ഗുരുവന്ദനത്തിനായി ബ്രഹ്മചാരിണി ജ്ഞാനപ്രിയ ആർ, ബ്രഹ്മചാരിണി കൃപായസ് എന്നിവരെ ക്ഷണിക്കുന്നു. വന്ദനം ഗുരുവന്ദനം തവ പാദപങ്കജവന്ദനം. വന്ദനം ഗുരുവന്ദനം തവ പാദപങ്കജവന്ദനം. ഇഹലോകവും പരലോകവും ഉലകാകയും നിറയുന്നൊരാ കരുണയാം പൊരുളിന്നു ഞങ്ങളിലേകണേ കരുണാമയാ. വന്ദനം ഗുരുവന്ദനം തവ പാദപങ്കജവന്ദനം. തവ പാദപങ്കജവന്ദനം. തവ പാദപങ്കജവന്ദനം. ഗുരുവിനെ വായിക്കുന്നതിനായി ബ്രഹ്മചാരി ഗുരുപ്രിയൻ ജീവി ക്ഷണിക്കുന്നു. സദ്ഗുരുവേ ശരണം. ഗുരുവാണി. നന്മയുടെ എല്ലാ ഭാവവും അമ്മ പകർന്നാലേ മക്കളുടെ തികഞ്ഞ അറിവിനും വിനയത്തിനും ഇടമുള്ളൂ. സദ്ഗുരുവേ ശരണം. സ്വാഗതം ആശംസിക്കുന്നതിനായി ശാന്തിഗിരി ഗ്രന്ഥാസന സംഘം സീനിയർ കൺവീനർ ഗവേണിംഗ് കമ്മിറ്റി ചുമതലക്കാരിയായ ശ്രീമതി കോസല വി.കെ. അവരുടെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സദ്ഗുരുവേ ശരണം. നമ്മുടെ സർവസ്വമായ ഗുരുവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് അഭിവന്ദ്യ ശിഷ്യപൂജിതയെ നമിച്ചുകൊണ്ട് സർവാദരണീയ സ്വാമി സ്നേഹാത്മജ്ഞാന തപസി, സദസ്സിലിരിക്കുന്ന സമാദരണീയ ജനനി, ആദരണീയ സന്യാസിമാർ, ഡോക്ടർ ജി കിരൺ സാർ, അനിൽ ചേർത്തല സാർ, ഉണ്ണികൃഷ്ണൻ സാർ, രക്ഷകർത്താക്കളായിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട രക്ഷകർത്താക്കളെ, പ്രിയ ആത്മബന്ധുക്കളെ, സാദര പ്രണാമം. സന്യാസ ദീക്ഷയുടെ 40 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഇന്ന് ലോകം ഉറ്റുനോക്കുന്നത് ശാന്തിഗിരിയിലെ സന്യാസത്തെയാണ്. 2022-ലെയും 2023-ലെയും സന്യാസ ദീക്ഷാ വാർഷികം ലോക ശ്രദ്ധ ആകർഷിച്ച ഒന്നാണ്. ഗുരുവിൻ്റെ ദർശനശാസ്ത്രത്തിൽ സന്യാസത്തിൻ്റെ അർത്ഥതലത്തിന് അർത്ഥതലങ്ങൾ അണുവിലും അഖണ്ഡത്തിലും വ്യാപിച്ചിരിക്കുന്നു. ശിഷ്യനെ തന്നോളം എത്തിക്കുന്ന ഗുരുവിൻ്റെ മഹാകാരുണ്യം ഗുരുശിഷ്യ ബന്ധത്തിൽ സന്യാസത്തിലല്ലാതെ മറ്റെങ്ങും കാണാൻ സാധിക്കുകയില്ല. അതിന് ഗുരു സ്വീകരിക്കുന്ന വഴികൾ നമുക്ക് വിചിത്രമായിരിക്കും. പക്ഷേ അത് ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കുന്ന ഒന്നാണ്. ധാരാളം ഗുരു ശിഷ്യന്മാരുടെ ബന്ധങ്ങളെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അതിലേറ്റവും ഉദാഹരണമായി തോന്നിയ ഒന്ന് ടിബറ്റിലെ മഹായോഗിയായ മിലരേബയുടെ സന്യാസത്തിൻ്റെ വഴികളാണ്. മിലരേബ
ആദ്യകാലങ്ങളിൽ തൻ്റെ സിദ്ധിയിലൂടെ പലരെയും വൈരാഗ്യത്തിൻ്റെ പുറത്തും പകരം വീട്ടിയും ഒക്കെ ഒരു യോഗിയായിരുന്നപ്പോഴും ഇതല്ല സന്യാസം, യഥാർത്ഥ സന്യാസം ത്യാഗത്തിൻ്റേതാണെന്ന് തിരിച്ചറിഞ്ഞ് ഒരു ഗുരുവിനെ, മാർപ്പ എന്ന ഗുരുവിനെ സ്വീകരിക്കുകയാണ്. അന്ന് മിലരേബയ്ക്ക് തൻ്റെ ഗുരുവായ മാർപ്പയിൽ നിന്നും അനുഭവിക്കേണ്ടി വരുന്ന ത്യാഗം ആത്മീയത്തിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ്. പല വിധത്തിൽ മിലരേബയെ പരീക്ഷിച്ച് നോക്കിക്കൊണ്ടിരുന്നു ഗുരു. അതിലേറ്റവും വേദനാജനകമായ ഒന്ന്, ഒരു കെട്ടിടം പണിയാൻ മിലരേബയെ മാർപ്പ ഏൽപ്പിക്കുകയാണ്. മിലരേബ തൻ്റെ പ്രയത്നം കൊണ്ട് കല്ലും കട്ടയും മണ്ണും എല്ലാം ചേർത്ത് കെട്ടിടം പണിതു. പകുതിക്ക് മുകളിലായപ്പോൾ ഗുരു അത് കാണാൻ വന്നിട്ട് പറയുകയാണ്, ഇതല്ല ഞാൻ ഉദ്ദേശിച്ച വീട്, ഇതത്രയും പൊളിച്ചു കളയണമെന്ന് പറയും. ആ ശിഷ്യൻ മറുത്തൊരു വാക്ക് പറയാതെ അത്രയും പൊളിച്ചു കളഞ്ഞു. കുറച്ച് നാൾ കഴിഞ്ഞ് വീണ്ടും ശിഷ്യനെ വിളിച്ചിട്ട് അതേ സ്ഥാനത്ത് വീണ്ടും കെട്ടിടം പണിയാൻ പറഞ്ഞു, ഒരു ഐഡിയ കൊടുത്തിട്ട്. വീണ്ടും ഈ ശിഷ്യൻ കെട്ടിടം പണിതു. ഏകദേശം 3/4 എത്തിയപ്പോൾ ഗുരു കെട്ടിടം കാണാൻ വന്നിട്ട് പറയണം, ഇതല്ല ഞാൻ ഉദ്ദേശിച്ച വീട്, ഇതത്രയും പൊളിച്ചു കളയണം. അങ്ങനെ മിലരേബ എത്രയോ വീടുകൾ ഗുരുവിൻ്റെ വാക്കനുസരിച്ച് പണിതു. പക്ഷെ ആ വീടുകളെല്ലാം പൊട്ടിച്ചു കളയാനാണ് പറഞ്ഞത്. അതെല്ലാം വളരെ ക്ഷമയോടെ, അല്ലെങ്കിൽ തനിക്ക് നേടേണ്ടത് നേടാനായിട്ട് ആ ശിഷ്യൻ സകലതും ക്ഷമിക്കുകയായിരുന്നു. ക്ഷമിച്ച് തൻ്റെ ആത്മീയ ഉന്നതിയിലെത്താൻ മിലരേബ ഒരുപാട് പ്രയത്നിച്ചു. അതാണ് ഗുരുവിൻ്റെ വാക്കുകൾ നമുക്ക് വിചിത്രമായിരിക്കും. കർമ്മഗതിയെ പൊട്ടിച്ച് ശിഷ്യനെ നേരായ മാർഗത്തിൽ തെളിമയോടെ മുന്നേറാൻ ഗുരു പല മാർഗങ്ങളും അവലംബിക്കും. വസ്ത്രത്തിൻ്റെ നിറം പോലെ തന്നെ തീയാണ് സന്യാസം. അഗ്നി പ്രപഞ്ചത്തിന് എത്രത്തോളം ഊർജ സ്രോതസ്സാണോ നൽകുന്നത്, അതുപോലെയാണ് സന്യാസ പരമ്പര ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഉലകത്തിൻ്റെ തെളിമയായ അനർഗള പ്രവാഹത്തിന് അടിസ്ഥാനമായിട്ടുള്ളത്, പരമ്പരയുടെ ഊർജത്തിനും. ഗുരുധർമ്മ പ്രകാശ സഭയിലെ ഓരോ സന്യാസിയുടെയും പാദങ്ങൾ ഇടറാതെ കാക്കേണ്ടത് ഗൃഹസ്ഥാശ്രമികളായ രക്ഷകർത്താക്കളാണ്. സന്യാസിക്ക് തേജസ്സുറ്റ മികവാർന്ന ഒരു ജീവിതം, അല്ലെങ്കിൽ സന്യാസിയുടെ തേജസ്സിനെ കാക്കേണ്ടത് ഗൃഹസ്ഥാശ്രമിയുടെ ധർമ്മമാണ്. ഒരു ഗൃഹസ്ഥാശ്രമി അല്ലെങ്കിൽ രക്ഷകർത്താക്കളുടെ പിൻബലത്തോടുകൂടെ മാത്രമേ സന്യാസം പൂർത്തിയാക്കാൻ സന്യാസിക്ക് സാധിക്കുകയുള്ളൂ. ഉദാഹരണത്തിന് ഖദീജ ബീവിയുടെയും നബി തിരുമേനിയുടെയും കഥ നമ്മൾ മിനിഞ്ഞാന്ന് കേട്ടതാണ്. ഖദീജ ബീവി തൻ്റെ സ്വത്തും സകല സമ്പത്തും തൻ്റെ ജീവിതം തന്നെ നബി തിരുമേനിക്ക് വേണ്ടി മാറ്റിവെച്ച് നബി തിരുമേനിയെ ആത്മീയ ഉന്നതിയിലെത്തിച്ച മഹതിയാണ്. നാം ഓരോരുത്തരും രക്ഷകർത്താക്കളായിരിക്കുന്ന നാം ഓരോരുത്തരും ഈ സന്യാസ പരമ്പരയ്ക്ക് താങ്ങും തണലുമായി സമർപ്പിക്കേണ്ടവരാണ്. തിരിച്ച് ഓരോ കുടുംബത്തിൻ്റെയും ഗോത്രശുദ്ധി വരുത്താനും രാജ്യത്തിനും ഉലകത്തിനും നന്മയ്ക്കും വേണ്ടി ഗുരുവിൻ്റെ ധർമ്മഭടന്മാരായിരിക്കണം സന്യാസിമാർ. ഒരാൽമരം മറ്റുള്ളവർക്ക് തണലേകി തൻ്റെ വേര് ആഴത്തിൽ ഉറപ്പിച്ച് നിലകൊള്ളുന്നത് എങ്ങനെയാണോ അതുപോലെയാണ് സന്യാസം. ശിഷ്യനോടുള്ള അല്ലെങ്കിൽ ഗുരുവിനോടുള്ള ശിഷ്യൻ്റെ വിശ്വാസത്തിൻ്റെ ഉറപ്പും തിരിച്ച് ശിഷ്യനോട് ഗുരുവിനുള്ള വാത്സല്യവും എത്രത്തോളമാണെന്നത് ഉപാധികളില്ലാതെ ഗുരുവിനെ സ്നേഹിക്കുമ്പോൾ കിട്ടുന്ന ഒരു അനുഭൂതിയാണ്. ആ അനുഭൂതി വളർത്തിയെടുക്കുന്നതിന് ഇത്തരം സത്സംഗങ്ങൾ അത്യാവശ്യമാണ്. നമുക്കറിയാം, സത്സംഗങ്ങളിലൂടെ നിസ്സംഗത്വവും നിർമോഹത്വവും നിർമ്മലത്വവും ജീവൻ മുക്തിയും ലഭിക്കുന്നു. അതിനായി നമ്മുടെ ഗുരു
നമുക്കൊരു വിദ്യാലയം തന്നെ നൽകിയിരിക്കുകയാണ്, ആരംഭിച്ചിരിക്കുകയാണ്. ശാന്തിഗിരി ആത്മവിദ്യാലയം. ഇന്ന് ആ ആത്മവിദ്യാലയത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ആത്മവിദ്യാലയത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ സത്സംഗത്തിൽ സ്വാഗതം ആശംസിക്കാൻ എനിക്ക് കിട്ടിയ അവസരം, ഗുരുകാരുണ്യം കൊണ്ട് എനിക്ക് കിട്ടിയ അവസരത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ആദ്യമായി ഈ സത്സംഗത്തിന് മഹനീയ സാന്നിധ്യമായി എത്തിയിരിക്കുന്ന സർവാദരണീയ സ്വാമി സ്നേഹാത്മജ്ഞാന തപസി, ശാന്തിഗിരി ആശ്രമം പാലക്കാട് ഏരിയ ചീഫ് അഡ്മിനിസ്ട്രേഷനെ ആത്മവിദ്യാലയത്തിൻ്റെ പേരിൽ ഗുരുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഈ സത്സംഗത്തിൽ ആത്മബന്ധത്തിൻ്റെ കാണാപ്പുറങ്ങൾ എന്ന വിഷയത്തിൽ മുഖ്യ പ്രഭാഷണം നടത്താൻ എത്തിയിരിക്കുന്ന ശാന്തിഗിരി കമ്മ്യൂണിക്കേഷൻ ഡെപ്യൂട്ടി എഡിറ്റർ ശ്രീ അനിൽ ചേർത്തല അവർകളെ ആത്മവിദ്യാലയത്തിൻ്റെ പേരിൽ ഗുരുനാമത്തിൽ സ്വാഗതം ആശംസിക്കുന്നു. ഭാവിയിൽ ആയിരക്കണക്കിന് സന്യാസിമാരുടെ ആത്മീയ പഠനത്തിൻ്റെ കളരിയായി മാറിയേക്കാവുന്ന ആത്മവിദ്യാലയത്തിൻ്റെ പ്രഥമ പ്രിൻസിപ്പൽ മെൻറ്റർ എന്ന് ശാന്തിഗിരിയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന നാമത്തിനുടമയായ ഡോക്ടർ GR കിരൺ സാർ അവർകളെ ആത്മവിദ്യാലയത്തിൻ്റെ പേരിൽ ഗുരുനാമത്തിൽ സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. കൃതജ്ഞത അർപ്പിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്ന ശാന്തിഗിരി ഗൃഹസ്ഥാശ്രമ സംഘം ഗവേണിംഗ് കമ്മിറ്റി സീനിയർ കൺവീനർ ശ്രീ VN ഗോപാലകൃഷ്ണൻ സാർ അവർകളെ ഗുരുനാമത്തിൽ സ്വാഗതം ആശംസിക്കുന്നു. സോറി, ഉണ്ണികൃഷ്ണൻ സാറ്, ക്ഷമിക്കണം, സോറി, ഇത് ഒരിക്കൽ കൂടെ ഞാൻ ഉണ്ണികൃഷ്ണൻ സാറിന് സ്നേഹപൂർവ്വം തെറ്റിന് പകരമായിട്ട് കൃതജ്ഞത ആശംസിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ശ്രീ ഉണ്ണികൃഷ്ണൻ സാർ അവർകളെ സീനിയർ കൺവീനർ ശാന്തിഗിരി ഗൃഹസ്ഥാശ്രമ സംഘം ഗവേണിംഗ് കമ്മിറ്റി സാറിനെ എത്രയും സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ സത്സംഗത്തിൻ്റെ ശ്രവിക്കാനെത്തിയിരിക്കുന്ന സന്യാസി, സർവാദരണീയ സമാദരണീയ ആദരണീയ സന്യാസിനിമാരെ, ബ്രഹ്മചാരിണികളെ, ബഹുമാനപ്പെട്ട രക്ഷകർത്താക്കളെ, സ്നേഹമുള്ള ആത്മബന്ധുക്കളെ, എല്ലാവർക്കും ഞാനീ സത്സംഗത്തിലേക്ക് ആത്മവിദ്യാലയത്തിൻ്റെ പേരിൽ ഗുരുനാമത്തിൽ സ്വാഗതം ആശംസിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഗുരുവിൻ്റെ തൃപ്പാദ പത്മങ്ങളിൽ അർപ്പിക്കുന്നു. സദ്ഗുരുവേ ശരണം. സദ്ഗുരുവേ ശരണം. നമ്മുടെ സർവസ്വമായ ഗുരുവിൻ്റെ പാദപത്മങ്ങളിൽ സകലതും സമർപ്പിക്കുന്നു. ഗുരുവിൻ്റെ പ്രതിരൂപമായ അഭിവന്ദ്യ ശിഷ്യപൂജിതയെ സാഷ്ടാംഗം പ്രണമിക്കുന്നു. സർവാദരണീയ സ്നേഹാത്മജ്ഞാന തപസ്വി ഡോക്ടർ കിരൺ, ശ്രീമതി കോസല, ശ്രീ ഉണ്ണികൃഷ്ണൻ അവറുകൾ, ഇവിടെ ഈ സദസ്സിൻ്റെ മഹനീയ സാന്നിധ്യമായ സന്യാസിനിമാർ, ബ്രഹ്മചാരിണികൾ, പ്രിയപ്പെട്ട ആത്മബന്ധുക്കൾ, എല്ലാവർക്കും എൻ്റെ സാദര പ്രണാമങ്ങൾ. ആത്മബന്ധത്തിൻ്റെ കാണാപ്പുറങ്ങൾ എന്നതാണ് നമ്മുടെ ഈ സത്സംഗത്തിൻ്റെ ഈ വർഷത്തെ തലക്കെട്ടായി എടുത്തിരിക്കുന്ന വാചകം തന്നെ. അതിൽ ഇന്ന് ശ്രീബുദ്ധ ഭഗവാനും
അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായ ആനന്ദനും എങ്ങനെയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ അവരുടെ ആത്മബന്ധം എങ്ങനെയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള ചുരുങ്ങിയ സമയം കൊണ്ടുള്ള ഒരു പ്രതിപാദ്യം മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആത്മബന്ധം എന്ന് പറയുന്നത് ആത്മാക്കൾ തമ്മിലുള്ള ബന്ധമാണ്, ജീവനുകൾ തമ്മിലുള്ള ബന്ധം. നമ്മുടെ ഗുരു ആദ്യമേ തന്നെ മറ്റുള്ളവരെ സംബോധന ചെയ്യാൻ പറഞ്ഞൊരു വാക്കുണ്ട്, ആത്മബന്ധുക്കളെ എന്നാണ്. മറ്റൊരിടത്തും അത് അന്ന് വരെ കേട്ടിട്ടില്ല. പ്രിയമിത്രങ്ങളെ, സ്നേഹിതരെ എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. പക്ഷെ ഗുരു നമ്മളോട് പറഞ്ഞത് ആത്മബന്ധുക്കളെ. ഗുരുവിൻ്റെ ആദ്യത്തെ നോട്ടീസ് തന്നെ അങ്ങനെയാണ്, ആത്മബന്ധുക്കളെ സാദര പ്രണാമം എന്നാണ് ഗുരു ആദ്യത്തെ സംബോധന ചെയ്യാൻ തന്നെ പറഞ്ഞത്. എന്നിട്ട് നെഞ്ചത്ത് നോക്കി നെഞ്ചത്ത് കൈവച്ച് സദ്ഗുരുവേ ശരണം പറയാൻ പറഞ്ഞു. നമ്മുടെ ഉള്ളിൽ പ്രതിഷ്ഠിതമായിരിക്കുന്ന ഗുരുവിനെ, കാണുന്നവൻ്റെ ഉള്ളിൽ പ്രതിഷ്ഠിതമായിരിക്കുന്ന ഗുരുവിനെ നമ്മൾ പരസ്പരം നമിക്കുന്നതാണ് സദ്ഗുരുവേ ശരണം. അത് വന്ന് വിഷിലേക്ക് മാറിയിരിക്കുന്നു. അപ്പോൾ ഈ ആത്മബന്ധം എന്ന് പറയുന്നത് നമ്മൾ അണുവിൽ തുടങ്ങി പുല്ലായും പുഴുവായും ചരാചരങ്ങളിലൂടെ പരിണമിച്ച് മനുഷ്യൻ എന്ന് പറയുന്ന ഈ പ്രകൃതത്തിലെത്തിയിട്ട് മനുഷ്യജന്മങ്ങളിൽ തന്നെ അനേക ജന്മങ്ങളിൽ നമ്മുടെ കർമ്മങ്ങളും നമ്മുടെ രക്തബന്ധങ്ങളും നമ്മുടെ ശത്രുക്കളും ഒക്കെ ആയിട്ട് ഓരോ ജന്മങ്ങളിലും വന്നിരിക്കുന്ന ഇഴയടുപ്പങ്ങളെയാണ് ആത്മബന്ധം എന്ന് പറയുന്നത്. ഈ ഇഴയെടുപ്പങ്ങളുടെ കാണാപ്പുറങ്ങൾ ഒരിക്കലും നമുക്ക് വിസ്തരിക്കാനാവില്ല. ആത്മബന്ധത്തിൻ്റെ കാണാപ്പുറങ്ങൾ അറിയണമെങ്കിൽ ബുദ്ധനാവണം. ബുദ്ധനെന്ന് പറഞ്ഞാൽ ജ്ഞാനി, ഗൗതമബുദ്ധനല്ല, ജ്ഞാനി ആയെങ്കിൽ മാത്രമേ ആത്മബന്ധത്തിൻ്റെ, ഞാനും ഇവിടെ ഇരിക്കുന്ന നിങ്ങളും ഒക്കെ തമ്മിൽ ഇന്നിവിടെ ഇരിക്കാൻ പോലും പര്യാപ്തമായിട്ടുള്ള ഒരു കാരണം ഇതിൻ്റെ പിന്നിലുണ്ട്. നമ്മളൊക്കെ തന്നെ ഇവിടെ വരാനുള്ളൊരു കാരണമുണ്ട്, നമ്മളൊക്കെ ഗുരുവായിട്ട് ബന്ധപ്പെടാനുള്ളൊരു കാരണമുണ്ട്. അങ്ങനെ ശ്രീബുദ്ധനും ആനന്ദനും തമ്മിൽ എങ്ങനെയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് നമുക്ക് അല്പസമയം ഒന്ന് അതിനെ എത്തി നോക്കാം. കപിലവസ്തു എന്ന് പറയുന്ന മഹാരാജ്യത്തെ, അതായത് ഇപ്പോൾ ഇന്ത്യ കാണുന്നു, ഭാരതത്തിൻ്റെ അനേക ദേശങ്ങൾ ചേർന്ന് ഇപ്പോഴത്തെ ചൈന ഉൾപ്പെടെ ഉള്ള സ്ഥലങ്ങളിൽ ചേരുന്ന കപിലവസ്തു എന്ന് പറയുന്ന മഹാരാജ്യത്തെ ശുദ്ധോദന മഹാരാജാവിൻ്റെ പുത്രനായിട്ടാണ് സിദ്ധാർത്ഥ രാജകുമാരൻ ജന്മം കൊള്ളുന്നത്. കുട്ടിക്കാലത്ത് തന്നെ ഈ കുട്ടിയിലുള്ള പ്രകൃതം, ആ സ്വഭാവരീതി എന്ന് പറയുന്നത് ഒരു തികഞ്ഞ ബ്രഹ്മചാരിയുടേതാണ്. അത് കൗമാരത്തിലും യൗവനത്തിലുമൊക്കെ എത്തുമ്പോൾ മാറിപ്പോകും എന്ന് ഒരു ധാരണ എല്ലാവർക്കും ഉണ്ടായിരുന്നെങ്കിലും യുവാവായിട്ട് പോലും അത് മാറിയില്ല. അപ്പോൾ ശുദ്ധോദൻ ആകപ്പാടെ ഉള്ളത് ഒരു മകനാണ്. ആറ്റുനോറ്റിരുന്ന് യാഗങ്ങളും തപസ്സുകളും ഒക്കെ നേർച്ചകളും ഒക്കെ ചെയ്ത് ഉണ്ടായ പുത്രനാണ്. ഈ കുട്ടി സന്യസിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ രാജ്യത്തിന് അനന്തരാവകാശം ഇല്ലാതായി മാറും. അപ്പോൾ അദ്ദേഹം മന്ത്രിയായിട്ട് തൻ്റെ വിഷമം പങ്കുവച്ചപ്പോൾ മന്ത്രി പറഞ്ഞു, കുമാരനെ ഏതെങ്കിലും നിലയിൽ ഒരു പെണ്ണിലേക്ക് പ്രലോഭനപ്പെടുത്തണം, അതിനെന്താണൊരു വഴി? കുമാരൻ വിവാഹം കഴിക്കാൻ തയ്യാറല്ല, പക്ഷേ ഏതെങ്കിലും ഒരു പെൺകുട്ടിയിലേക്ക് കുമാരൻ്റെ മനസ്സെത്തിക്കണം, അതിന് ഉള്ളൊരു ഉപായം മന്ത്രി തന്നെ പറഞ്ഞു കൊടുത്തു. കുമാരൻ്റെ ജന്മദിനത്തിന് ആ രാജ്യത്തുള്ള സുന്ദരികളായ സകല കന്യകമാരും കുമാരന് ഉപഹാരങ്ങൾ, സമ്മാനങ്ങൾ കൊണ്ടു കൊടുക്കണം. ആ ദിവസം വന്നു. വരിവരിയായി നിന്ന് കന്യകമാർ വളരെ വിലപിടിപ്പുള്ള രത്നങ്ങളും കിരീടങ്ങളും വസ്ത്രങ്ങളും ഒക്കെ സിദ്ധാർത്ഥനിങ്ങനെ കാണിക്ക വെച്ച് പോവാൻ ഒരു പീഠത്തിൽ എല്ലാം കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്.
സിദ്ധാർത്ഥൻ ഇതുപോലെ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ നോക്കി ഒരു നിസ്സംഗഭാവത്തിൽ അങ്ങനെ ഇരിക്കുകയാണ് സിദ്ധാർത്ഥൻ. സന്ധ്യ മയങ്ങിയിട്ടും ആ മുഖഭാവത്തിനകത്തെ അല്ല ആ ഒരു നിസ്സംഗഭാവത്തിൻ്റെ ഒരു മാറ്റമില്ലാതെ തുടരുകയാണ്. ഏതാണ്ട് സന്ധ്യയോടടുത്ത സമയം, വളരെ വൈകിപ്പോയി എന്നുള്ള അർത്ഥത്തിൽ ഒരു പെൺകുട്ടി പെട്ടെന്ന് കടന്നു വരുന്നു. അവളുടെ കയ്യിൽ ഒരു താലത്തിൽ കുറേ പൂക്കൾ മാത്രമാണ്. ഈ പൂക്കൾ കൊണ്ടുവന്ന് അവൾ ഇങ്ങനെ നീട്ടുന്നതിന് മുൻപ് തന്നെ സിദ്ധാർത്ഥൻ ചാടി എഴുന്നേറ്റു. ആ മുഖത്ത് പ്രണയത്തിൻ്റെ വർണ്ണങ്ങളൊക്കെ വിടർന്നു. അദ്ദേഹം 2 കൈയും നീട്ടി മുന്നോട്ട് ചെന്ന് അവളുടെ കയ്യിൽ നിന്ന് അത് വാങ്ങി. എന്നിട്ട് മന്ത്രിയോട് പറഞ്ഞു, ഇനി ആരെയും കടത്തി വിടണ്ട. പിന്നീട് അനേകം മത്സരങ്ങൾ നടത്തി, ആയോധനകലയുടെ മത്സരങ്ങൾ നടത്തിയാണ് യശോധര എന്ന് പറയുന്ന പെൺകുട്ടിയെ സിദ്ധാർത്ഥൻ വിവാഹം കഴിക്കുന്നത്. ഈ രംഗം കഴിഞ്ഞ് സിദ്ധാർത്ഥന് കുട്ടിയൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു രാത്രിയിൽ നാട് വിട്ടു പോകുന്നു. അദ്ദേഹത്തിന് അനേകം ശിഷ്യന്മാരുണ്ടാകുന്നു. ബോധോദയം ഉണ്ടായി കഴിഞ്ഞിട്ട് അനേകം ശിഷ്യന്മാരുണ്ടാകുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട വത്സല ശിഷ്യനാണ് ആനന്ദൻ. ആനന്ദൻ ഒരു ദിവസം ചോദിച്ചു, ഗുരുവേ, കുട്ടിക്കാലം മുതൽ ഞാൻ അങ്ങയുടെ കൂടെ വളരുന്ന ആളാണ്. ആനന്ദൻ്റെ അച്ഛൻ്റെ സഹോദരപുത്രനാണ് ബുദ്ധൻ. ബുദ്ധൻ പറഞ്ഞതെ, ഇനിയും ഒരു കാര്യം കൂടി ഞാൻ പറയാം. ബുദ്ധൻ പറയുകയാണ്, എന്നെ സഹായിക്കാൻ ആ മറവിൽ നിന്നെത്തിയ പുലി നീയായിരുന്നു. ആ പൊന്തക്കാട്ടിൻ്റെ മറവിൽ നിന്ന് എന്നെ സഹായിക്കാൻ വേണ്ടി എൻ്റെ മിത്രമായിട്ടെത്തിയ പുലി നീയായിരുന്നു. നീയും ഞാനും തമ്മിലുള്ള ബന്ധം അതിനും എത്രയോ യുഗങ്ങൾക്ക് മുൻപ് തുടങ്ങിയതാണ്. അതുകൊണ്ടാണ് നീ അന്ന് അവിടെ വന്നു ചേർന്നത്. എന്നെ ശത്രുവായി കണക്കാക്കി കുട്ടിക്കാലം മുതൽ എന്നെ ദ്രോഹിക്കുന്ന ദേവദത്തനിൽ നിന്ന് കുഞ്ഞുനാളിൽ മുതൽ എന്നെ രക്ഷിക്കാനുള്ള വാസന നീ കാണിച്ചത് എന്നോടുള്ള മിത്രാംശത്തിൻ്റെ ആത്മബന്ധമാണ്. ഇങ്ങനെ ഈ ഒരു കർമ്മബന്ധത്തിൻ്റെ കണക്ക് തീർക്കലുകളാണ് ബുദ്ധനും ആനന്ദനും തമ്മിലുള്ളത്. ബുദ്ധൻ സന്യസിക്കാൻ പോയി കഴിഞ്ഞ്, ബുദ്ധൻ ബോധോദയത്തിന് വേണ്ടി പോയി കഴിഞ്ഞിട്ട് ആനന്ദൻ ഏതാണ്ട് 37 വയസ്സുള്ള സമയത്താണ് ബുദ്ധനെ തിരക്കി പോകുന്നത്. 37ാമത്തെ വയസ്സിൽ ആനന്ദനും ഈ ശത്രു എന്ന് പറയുന്ന ദേവദത്തനും കുറേ പ്രഭുകുമാരന്മാരും കൂടെ ബുദ്ധനെ തിരക്കി ഒരു ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ ബുദ്ധൻ ഒരു വലിയ വൃക്ഷത്തിൻ്റെ താഴെ ഇരിക്കുകയാണ്. അവിടെ ചെന്ന് കണ്ടു. ബുദ്ധൻ അവർക്ക് പഴവർഗ്ഗങ്ങളൊക്കെ കൊടുത്തു. വളരെ സ്നേഹത്തോടു കൂടി പെരുമാറി. ഇപ്പം നമ്മുടെ ഗുരുവിൻ്റെ അടുത്ത് വരുന്ന ആ ഒരു കാഴ്ച നമ്മൾ കാണുക. ഗുരുവിൻ്റെ അടുത്ത് ഒരു കൂട്ടം ആളുകൾ വരുമ്പോഴത്തേക്ക് ബന്ധുക്കളാണെങ്കിലും സ്വന്തക്കാരായാലും അതിൻ്റെ കൂടെ ശത്രുവുണ്ട്, അവരോടും ഒരേപോലെ പെരുമാറി ആ സ്നേഹം പങ്കുവെച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇവർ യാത്ര ചോദിച്ചപ്പോൾ ഈ ദേവദത്തൻ എടുത്തടിച്ച പോലെ ചോദിച്ചു, ഭഗവാനെ, എനിക്ക് മോക്ഷത്തിന് ആഗ്രഹമുണ്ട്, എനിക്ക് എന്ന് മോക്ഷം കിട്ടും. ബുദ്ധൻ പറഞ്ഞു, നിനക്കൊരു1000 ജന്മം കഴിഞ്ഞാലേ മോക്ഷം കിട്ടുള്ളൂ. ഉടനെ ദേവദത്തൻ പറഞ്ഞു, അയ്യോ 1000 ജന്മങ്ങളോ, എനിക്കത് ഓർക്കാൻ പോലും വയ്യ, ഇനി ജനിക്കാനും ജീവിക്കാനും മരിക്കാനും ഒന്നും എന്നെക്കൊണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ബുദ്ധനോടൊരു ദേഷ്യം തോന്നുക. ഈ പ്രഭുകുമാരന്മാർ ഓരോരുത്തരും ചോദിച്ചു അവരുടെ മോക്ഷത്തിൽ എന്ന് കിട്ടും എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ഓരോരുത്തർക്കും അതിനുമൊക്കെ അപ്പുറത്തുള്ള കണക്കുകളാണ് ബുദ്ധൻ പറഞ്ഞു കൊടുത്തത്. അവസാനം ആനന്ദൻ ഏറ്റവും പുറകെ നിന്ന് ആനന്ദൻ വന്നിട്ട് ചോദിച്ചു, ഭഗവാനെ, എനിക്ക് മോക്ഷം കിട്ടുമോ? ബുദ്ധൻ പറഞ്ഞു, നിനക്ക് കിട്ടും. അതവിടെ ഒരു മരം കാണുന്നില്ലേ, ആ മരത്തിൽ നിറച്ച് ഇലകളുള്ളൊരു മരമാണ്. ആ മരത്തിൽ എത്രത്തോളം ഇലകളുണ്ടോ ആ ഇലകളുടെ എണ്ണത്തിനൊപ്പം ജന്മം എടുത്തു കഴിയുമ്പോൾ നിനക്ക് മോക്ഷം കിട്ടും. എണ്ണിയാൽ തീർക്കാനാവാത്തത്ര തരത്തിലുള്ള ഇലകളുള്ള മരങ്ങളുടെ എണ്ണത്തിനൊപ്പം ജന്മമെടുത്തു കഴിയുമ്പോൾ നിനക്ക് മോക്ഷം കിട്ടും.
അപ്പോൾ എല്ലാവരും ഒരു പുച്ഛഭാവത്തോടെ ഇങ്ങനെ ആനന്ദനെ നോക്കുമ്പോൾ ആനന്ദൻ നല്ല നിറഞ്ഞ് ചിരിച്ചിട്ട് ബുദ്ധനെ സാഷ്ടാംഗ പ്രണാമം ചെയ്തിട്ട് പറഞ്ഞു, ഭഗവാനെ, ഞാൻ സന്തോഷവാനായി, എനിക്ക് അന്നെങ്കിലും മോക്ഷം കിട്ടുമല്ലോ, എനിക്ക് അന്നെങ്കിലും മോക്ഷം കിട്ടുമല്ലോ ഭഗവാനെ, ഞാൻ സന്തോഷവാനായി എന്ന് പറഞ്ഞു. അപ്പോൾ അവർ യാത്ര പറഞ്ഞ് അകലേക്ക് മാറുമ്പോൾ അടുത്ത് നിന്ന് കശ്യപ ഭിക്ഷുവിനോട്, കശ്യപൻ എന്ന് പറയുന്ന ബുദ്ധൻ്റെ ഏറ്റവും അടുത്ത മറ്റൊരു ശിഷ്യനാണ്, കശ്യപ ഭിക്ഷുവിനോട് ബുദ്ധൻ പറഞ്ഞു, ആനന്ദനെ തിരികെ വിളിക്കുക, അവൻ സദാ സംതൃപ്തിയുള്ളവനാണ്. ബുദ്ധൻ പറഞ്ഞ ആദ്യത്തെ വാക്കാണ്, ഒരു സന്യാസി സദാ സംതൃപ്തിയുള്ളവനായിരിക്കും. സദാ സംതൃപ്തിയുള്ളവനും അവൻ ശുഭാപ്തി വിശ്വാസിയാണ്. ഞാൻ അവനെ പരീക്ഷിക്കാൻ പറഞ്ഞതായിരുന്നു. അതുകൊണ്ട് അവനെ മാത്രം തിരികെ വിളിക്കുക, ബാക്കിയുള്ളവർ പൊക്കോട്ടെന്ന് പറഞ്ഞു. അവിടുന്നാണ് ശ്രീബുദ്ധനും ആനന്ദനും തമ്മിലുള്ള ഗുരുശിഷ്യ പാരസ്പര്യത്തിൻ്റെ വഴി തുടങ്ങുന്നത്. ഇതൊക്കെ ആണെങ്കിലും ശരി, ആനന്ദനെ എപ്പോഴെല്ലാം ശകാരിക്കാൻ പറ്റുമോ അതിന് ശ്രീബുദ്ധൻ അവസരം നോക്കിയിരിക്കും. ആരുടെയെല്ലാം മുൻപിൽ വെച്ച് ആനന്ദനെ നേരത്തെ ആ ചേച്ചി പറഞ്ഞ പോലെ മിലരേവയെ കഷ്ടപ്പെടുത്തുന്നത് പോലെ ആരുടെയെല്ലാം മുൻപിൽ വെച്ച് അപമാനിക്കാൻ പറ്റുമോ അപ്പോഴെല്ലാം അപമാനിക്കും. ഒരിക്കലേ ബുദ്ധനെ ഇങ്ങനെ ആളുകൾ കണ്ടുപോവാൻ, ഇപ്പോൾ ആനന്ദൻ്റെ ജോലി ബുദ്ധനെ ഇങ്ങനെ വിശറി കൊണ്ട് വീശുക, ബുദ്ധന് ആഹാരം കൊണ്ട് കൊടുക്കുക, ബുദ്ധന് കുളിക്കാനുള്ള വെള്ളം എവിടുന്നെങ്കിലും ചുമന്നുകൊണ്ട് വരിക. സന്യാസ ഗണത്തിലോ അല്ലെങ്കിൽ ഈ ഭിക്ഷുക്കളുടെ കൂട്ടത്തിലോ കൂട്ടത്തിലോ ഒരു പരിചാരകനായിട്ട് നിർത്തിയിരിക്കുക. അങ്ങനെയുള്ള ആ സമയത്ത് അനേകം ആളുകൾ ഇങ്ങനെ വന്നു പോകുന്നുണ്ട്, ബുദ്ധനെ കണ്ടുപോകുന്നുണ്ട്. കണ്ടുപോകുന്ന കൂട്ടത്തിൽ ഓരോരുത്തരും വന്ന് അവരുടെ സങ്കടങ്ങൾ പറയുന്നു. നമ്മുടെ ഗുരുവിൻ്റെ മുന്നിൽ വന്ന് കരയുന്നത് പോലെ, സങ്കടപ്പെടുന്നത് പോലെ, അവരുടെ കാര്യങ്ങളൊക്കെ പറയുന്നത് പോലെ പറയുന്നു. ബുദ്ധൻ അവർക്കെല്ലാം മറുപടി കൊടുക്കുന്നു. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ, ഒരു യുവാവായിട്ടുള്ളൊരു ചെറുപ്പക്കാരൻ വന്നു. അവൻ നേരെ ബുദ്ധൻ്റെ വന്ന് സാഷ്ടാംഗം പ്രണമിച്ച് ഒരിടത്തേക്ക് മാറി നിന്നു. ബുദ്ധനെ കാണാവുന്ന വിധത്തിൽ ഒരിടത്തേക്ക് മാറി നിന്നു. കുറച്ച് കഴിഞ്ഞിട്ട് അവൻ വന്ന് വീണ്ടും സാഷ്ടാംഗ പ്രണാമം ചെയ്തു. അപ്പം കശ്യപ ഭിക്ഷുവിനെ കാണാം, അദ്ദേഹം ദർശനമുള്ള ആളാണ്. ഈ ചെറുപ്പക്കാരൻ വന്ന സമയത്ത് ബുദ്ധൻ്റെ ഭ്രൂണമധ്യത്തിൽ നിന്ന്, നെറ്റിത്തടത്തിൽ നിന്ന്, ആ ജീവൻ്റെ ആ സ്ഥാനത്ത് നിന്ന് ഒരു വലിയ പ്രകാശം ഈ ചെറുപ്പക്കാരിലേക്ക് വന്ന് പതിക്കുന്നത് ഈ കശ്യപ ഭിക്ഷുവിന് കാണാമായിരുന്നു. ഈ ചെറുപ്പക്കാരൻ ഒന്നും പറഞ്ഞില്ല. ബുദ്ധൻ്റെ മുഖത്ത് സദാ നല്ല നിറഞ്ഞ സംതൃപ്തി, അവൻ്റെ മുഖത്ത് എന്തോ അനുഭൂതി ലഭിച്ച ഒരു പരിവേഷം. ഇതൊക്കെ പോയി കഴിഞ്ഞിട്ട് ഒരു പൊട്ടനെ പോലെ ആനന്ദൻ ചോദ്യങ്ങൾ ചോദിക്കും, സംശയം ചോദിക്കും. തൻ്റെ മനസ്സിൽ നിർലജ്ജോ ഗുരുസന്നിധ എന്ന് പറയുന്ന ഭാവത്തിൽ അവൻ എത്ര വഴക്ക് പറഞ്ഞാലും അവൻ്റെ ഒരു ലജ്ജയില്ല. ആനന്ദന് എത്രയെല്ലാം ഗുരു വഴക്ക് പറഞ്ഞാലും ശരി, ആനന്ദന് ലജ്ജയില്ല. അതാണ് നമ്മൾ ഗുരുഗീത പറയുന്നത്, നിർലജ്ജോ ഗുരുസന്നിധി. നമുക്ക് മനസ്സിൽ തോന്നുന്നത് നമ്മൾ ഗുരുവിനോട് ചോദിക്കുക, വെച്ചുകൊണ്ടിരിക്കരുത്. ആനന്ദൻ ചോദിച്ചു, ഗുരുവേ, ഇത്രയും പേര് വന്നു, ഇത്രയും പേര് വർത്താനമൊക്കെ പറഞ്ഞു, അങ്ങ് വേദനയൊക്കെ പറഞ്ഞു, ആ ചെറുക്കൻ വന്നിട്ട് അവനൊന്നും പറഞ്ഞുമില്ല, അങ്ങൊന്നും ചോദിച്ചുമില്ല, എന്നിട്ടും അങ്ങ് നിറഞ്ഞു ചിരിക്കുകയാണ്. അവൻ നല്ല സംതൃപ്തനായിട്ട് പോവുകയും ചെയ്തു. അപ്പം ബുദ്ധൻ ചോദിച്ചു, ആനന്ദ, നിനക്കിതിനു മുൻപ് എന്തായിരുന്നു തൊഴിൽ? ആനന്ദം പറഞ്ഞു, എനിക്ക് കുതിരകളെ പരിശീലിപ്പിക്കുന്ന തൊഴിലായിരുന്നു. ചില കുതിരകളെ, ആ ബുദ്ധൻ പറയുക, ചില കുതിരകളെ ചാട്ടവാറ് കൊണ്ട് മുതുകത്തടിച്ചെങ്കിൽ മാത്രമേ അതനുസരിക്കുകയുള്ളൂ, അല്ലേ? അതെ. ചിലതിനെ ചാട്ടവാറിങ്ങനെ അന്തരീക്ഷത്തിൽ വീശി ഒച്ച കേൾപ്പിച്ചാൽ മതി, ഇല്ലേ? അതനുസരിച്ചോളും. അതെ. ചിലതിന് വീശുകയും വേണ്ട, ചാട്ട എവിടെയെങ്കിലും അവർ കാണാവുന്ന ഒരു ദൂരത്തിൽ വെച്ചാൽ മതി, അതിൻ്റെ നിഴൽ കണ്ടാൽ മതി, ഇല്ലേ? എടാ, ഇതുപോലാണ് ഓരോ ജീവൻ്റെ അവസ്ഥകളും. ഈ കൂടെ ആദ്യം പറഞ്ഞ വിഭാഗത്തിലുള്ളതാണ് നീ.
നിറഞ്ഞ ആള് നിൽക്കുക. അന്നേരം ആനന്ദനെ ചവിട്ടി താത്തുകയാണ്. ആദ്യം പറഞ്ഞ തൊലി പൊളിയുന്നത് വരെ അടിച്ചെങ്കിലേ നിനക്കൊക്കെ മനസ്സിലാവും. രണ്ടാമത് പറഞ്ഞ വിഭാഗത്തിലുള്ളതാണ് ഇവൻ. ആര്? കൈശ്യപൻ. മൂന്നാമത് പറഞ്ഞ വിഭാഗത്തിലുള്ളതാണ് അവൻ. അവൻ എന്നോട് സംസാരിച്ചത് നാക്കുകൊണ്ടല്ല, അവൻ എന്നോട് സംസാരിച്ചത് ആത്മാവ് കൊണ്ടാണ്. അവന് വേണ്ടത് ഞാൻ കൊടുത്തു, അവൻ പോവുകയും ചെയ്തു. അവനിനി വരത്തില്ല. അവന് വേണ്ടത് ഞാൻ കൊടുത്തു, അവൻ പോവുകയും ചെയ്തു. അവനിനി വരില്ല. നീയൊക്കെ എത്രയോ ജന്മം ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ടാലും അവൻ്റെ ഒപ്പം എത്തൂല. ഇതേപോലെ കിട്ടാവുന്ന അവസരങ്ങളിലെല്ലാം ആനന്ദനെ ഇടിച്ച് താഴ്ത്തിയേ ബുദ്ധൻ സംസാരിക്കുള്ളൂ. ഒരിക്കലും ആനന്ദനും ബുദ്ധനും കുറേ ശിഷ്യന്മാരും കൂടെ ഒരു ദൂരയാത്ര പോവുകയാണ്. ഒരു ഗ്രാമത്തിൽ നിന്ന് മറ്റൊരു ഗ്രാമത്തിലേക്ക് പ്രബോധനങ്ങൾ നടത്താൻ വേണ്ടി പോകുന്ന സമയത്ത് ഒരു വലിയ നദി, നല്ല തെളിഞ്ഞ ജലം. അപ്പോൾ നടന്ന് ക്ഷീണിച്ചു. ആനന്ദൻ ചോദിച്ചു, ഗുരുവേ, ഞാൻ അതിനകത്തുനിന്ന് കുറച്ച് വെള്ളം എടുക്കട്ടെ? ബുദ്ധൻ പറഞ്ഞു, വേണ്ട, നിന്നെ വെള്ളം എടുക്കാൻ കൊണ്ടൊന്നും അല്ല. പിന്നീട് വീണ്ടും നടക്കുകയാണ് അവർ. നടന്ന് തളർന്ന് കുറേ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ ബുദ്ധൻ ആനന്ദനെ വിളിച്ച് പറയാൻ, നീ ആ കണ്ട നദിയിൽ പോയി വെള്ളം എടുത്തുകൊണ്ട് വാ. ആനന്ദന് മനസ്സിനകത്ത് പെട്ടെന്ന് നമ്മുടെ സ്വാഭാവികമായിട്ട് സാധാരണക്കാരൻ്റെ മനസ്സിനകത്തുണ്ടാകുന്ന ഒരു ഈർഷ്യയുണ്ടല്ലോ. പെട്ടെന്ന് ആനന്ദൻ്റെ മനസ്സിനകത്തൊരു ഈർഷ്യയുണ്ടായി. മനസ്സൊന്ന് കലങ്ങി, ഒരു ദേഷ്യം. ആനന്ദൻ ഇതുമായിട്ടാണ് നേരെ ആ നദിക്കരയിലേക്ക് പോകുന്നത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് നദിക്ക് കുറുകെ ഈ കാളവണ്ടി കയറി ഇറങ്ങി ഈ വെള്ളം എല്ലാം കലങ്ങി കിടക്കുക. വെള്ളം ഉപയോഗശൂന്യമായിട്ട് കരിയിലേക്ക് പൊങ്ങി കിടക്കുക. ആനന്ദൻ നേരെ തിരിച്ച് വെള്ളം കോരാതെ താൻ വിജയിച്ചു എന്നുള്ള ഭാവത്തിൽ തിരിച്ച് ബുദ്ധൻ്റെ അടുത്ത് വന്നു. ബുദ്ധൻ ചോദിച്ചു, വെള്ളം എവിടെടാ? അത് ഗുരു, അവിടെ മുഴുവൻ വെള്ളം കലങ്ങിക്കിടക്കുകയാണ്. കുതിര പോയി ആ വെള്ളം മുഴുവൻ കലങ്ങിക്കിടക്കുകയാണ്. ആനന്ദൻ ചോദിച്ചു, വെള്ളം എപ്പോൾ തെളിയുന്നോ അപ്പോഴും നീ വന്നാൽ മതി, പോയി വെള്ളം എടുത്തിട്ട് വേണം. രണ്ടാമത് പറഞ്ഞു വിട്ടു. അതിലും വലിയ ദേഷ്യത്തിലാണ് പോകുന്നത്. അവിടെ പോയപ്പോഴത്തെ വെള്ളം അതുപോലെ തന്നെ കലങ്ങി കിടക്കുകയാണ്. ആനന്ദൻ അവിടെ ഇരുന്ന ഒരു മൗനത്തിൽ അങ്ങനെ ഇരുന്നു. ആ മൗനം പിന്നെ ധ്യാനത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോയി. ആ ധ്യാനത്തിൻ്റെ ആഴങ്ങളിൽ ആനന്ദൻ്റെ മനസ്സിങ്ങനെ ശാന്തമാവുക. ആ ധ്യാനത്തിൽ നിന്ന് ഉണരുമ്പോൾ ഈ വെള്ളവും സ്ഫടികം പോലെ കിടക്കുക. ആനന്ദൻ അവിടെ നിന്ന് വെള്ളം കോരി തിരിച്ച് ഗുരുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ വെള്ളം കൊണ്ടുവന്ന് സന്തോഷിച്ച് കൊണ്ടില്ല. ബുദ്ധൻ ചോദിച്ചു, നിനക്ക് എന്ത് മനസ്സിലായി? ഒന്നും മനസ്സിലായില്ല. ബുദ്ധൻ പറഞ്ഞില്ല, ഇതുപോലാണ് കലങ്ങിക്കിടക്കുന്ന മനസ്സ് മൗനത്തിലൂടെ ശാന്തമാകും. ആ ശാന്തത ധ്യാനത്തിലേക്ക് എത്തും. ഇതിനാദ്യം വേണ്ടത് ശ്രദ്ധയാണ്. ഗുരു നമ്മളെ ആദ്യം പഠിപ്പിച്ചെന്താണ്? ശ്രദ്ധ, ഭക്തി, വിനയം, ജ്ഞാനം. ഒരു സന്യാസിക്കാണെങ്കിലും ഒരു ഭക്തനാണെങ്കിലും ഒരു വിശ്വാസിക്കാണെങ്കിലും ആദ്യം വേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ശ്രദ്ധയാണ്. നമ്മുടെ ഗുരു പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധയില്ലാത്തവന് ഭക്തി ഉണ്ടായ വട്ടായി പോകും. ശ്രദ്ധയില്ലാത്ത വ്യക്തിക്ക് ഭക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഭക്തി വന്ന് മൂത്ത് കഴിയുമ്പോൾ അവൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ല. തലയ്ക്ക് വായും കയറി ഭയങ്കര ഭക്തിയും കാണിച്ച് ആരുടെ മിണ്ടാതെ തെക്കുകൂടെ കാണാം. അപ്പോൾ ആദ്യം വേണ്ട ശ്രദ്ധയാണ്. ആ ശ്രദ്ധ ഉണ്ടായി കഴിഞ്ഞിട്ട് ഭക്തി ഉണ്ട്. നിനക്ക് ഭക്തി ഉണ്ട്, പക്ഷെ നിനക്ക് ശ്രദ്ധയില്ല, നിനക്ക് ക്ഷമയുമില്ല. ക്ഷമയുണ്ടായിരുന്നെങ്കിൽ നീ ആദ്യം പോയപ്പോൾ തന്നെ അവിടെ ഇരുന്ന് ക്ഷമിച്ചിരുന്ന് അവിടെ നിന്ന് വെള്ളം കൊണ്ടുവന്നേനും. അതുകൊണ്ട് നീ ഇനി ഒരുപാട് ദൂരെ ഇനിയും താണ്ടണം എന്ന് പറഞ്ഞു. ഇങ്ങനെ വിഷമിപ്പിക്കാവുന്നതിൻ്റെ പരമാവധി എല്ലാം വിഷമിപ്പിച്ച് ഏതാണ്ട് 20 വർഷക്കാലം ബുദ്ധൻ്റെ അടുത്ത് നിർത്തിയിട്ട് ബാക്കിയുള്ളവർക്കെല്ലാം സന്യാസം കൊടുത്തിട്ട് പോലും ആനന്ദന് കൊടുത്തില്ല. ആനന്ദന് മാത്രം സന്യാസം കൊടുത്തില്ല. ബാക്കി എല്ലാവർക്കും സന്യാസമൊക്കെ കൊടുത്തു.
അവിടെയുള്ള ബുദ്ധഭിക്ഷുക്കളായിട്ട് വന്നിരിക്കുന്ന പലർക്കും ദർശനങ്ങളുണ്ടായി, ബോധോദയം ഉണ്ടായി, ജ്ഞാനവശം ഉണ്ടായി. പക്ഷെ ആനന്ദന് മാത്രം ഇതൊന്നുമില്ല. പക്ഷെ ആനന്ദന് പരാതിയില്ല, പരിഭവമില്ല, അതിനെക്കുറിച്ച് ചിന്തയില്ല, ഒന്നുമില്ല. ഒരു ദിവസം ശിഷ്യന്മാരെല്ലാവരും കൂടെ ഏതോ ഒരു യാത്ര കഴിഞ്ഞു പോകുന്നു. 20 വർഷത്തിന് ശേഷമാണ്. 57 വയസ്സായി അന്നേരം. 37ാമത്തെ വയസ്സിൽ ആനന്ദൻ ബുദ്ധൻ്റെ അടുത്ത് വന്നാൽ 57 വയസ്സായി. ഒരു ദിവസം ശിഷ്യന്മാരെല്ലാവരും കൂടെ ഒരു യാത്രയും കഴിഞ്ഞ് വരുമ്പോൾ ഗുരുപർണശാലയ്ക്കകത്തിരിക്കുക. അകത്ത് കയറി, നല്ല മഴയുള്ള സമയമാണ്. ഗുരു ചോദിച്ചു, ബുദ്ധൻ ചോദിച്ചു, നിങ്ങൾ നനഞ്ഞോ? ഇല്ല, കുടയുണ്ടായിരുന്നു. കുട എവിടെ വെച്ചു? അത് പർണശാലയ്ക്ക് പുറത്ത് വെച്ചു. ചെരുപ്പും പർണശാലയുടെ പുറത്ത് വെച്ചു. ചെരുപ്പിൻ്റെ ഏത് വശത്താണ് കുട വെച്ചത്? ചെരുപ്പ് വെച്ചതിൻ്റെ ഏത് വശത്താണ് കുട വെച്ചത്? ഈ കൂടെ വന്ന് ആരും മറുപടി പറഞ്ഞില്ല. ബുദ്ധൻ പറഞ്ഞു, ഞാൻ പർണശാലയുടെ വാതിലിൻ്റെ ആനന്ദൻ പറയുകയാണ്, ഞാൻ പർണശാലയുടെ വാതിലിൻ്റെ വലത് ഭാഗത്തായി ആദ്യം ചെരുപ്പ് വെച്ചു, അതിൻ്റെ അപ്പുറത്ത് വലത് ഭാഗത്തായിട്ട് കുട വെച്ചു. അപ്പോഴാണ് ബുദ്ധൻ പറഞ്ഞത്, ആനന്ദ, നിനക്ക് ശ്രദ്ധ വെച്ച് തുടങ്ങി, നിനക്ക് ശ്രദ്ധ വെച്ച് തുടങ്ങി. എന്നിട്ടും ആനന്ദന് സന്യാസം കൊടുത്തില്ല. സന്യാസവും കൊടുത്തില്ല, ബോധോദയവും കൊടുത്തില്ല, ജ്ഞാനവശവും കൊടുത്തില്ല, ദർശനവശവും കൊടുത്തില്ല. അറിയാതെ നമ്മൾ നേരത്തെ നമ്മുടെ പ്രാർത്ഥനാഞ്ജലി പറയുന്ന പോലെ ഓരോരോ വിദ്യകൾ ഓതി പഠിക്കേണ്ട, നേരെ ഉദിക്കും മനസ്സ് തന്നിൽ എന്ന് പറയുന്നത് പോലെ ഈ ചെയ്തികളിലൂടെ, ഈ കർമ്മങ്ങളിലൂടെ ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ, വരാൻ പോകുന്ന ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ കരുത്തുറ്റ കണ്ണിയാക്കുകയാണ് ആനന്ദനെ. അതിനുശേഷം ബുദ്ധൻ്റെ നിർവ്വാണത്തിൻ്റെ സമയം അടുത്തപ്പോൾ ആനന്ദൻ ഭയങ്കരമായ വിഷമത്തിലാണ്. ബുദ്ധന് കരതല ഭിക്ഷയായിട്ട് മാംസത്തിനകത്ത് വിഷം കൊടുക്കുകയാണ്. പൈശാചികത്തിൻ്റെ പണിയാണ് അത്. ഗുരു നമ്മൾ പറഞ്ഞ അതിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒത്തിരി സംസാരിക്കേണ്ടി വരും. അപ്പോൾ കരതല ഭിക്ഷയായിട്ട് ബുദ്ധന് പന്നിമാംസത്തിനകത്ത് വിഷം ചേർത്ത് കൊടുത്തിട്ട് ബുദ്ധന് കോളറ പിടിക്കുന്ന ഒരു സമയമുണ്ട്. അങ്ങനെ കോളറ പിടിച്ച് ദിവസങ്ങളോളം ഇങ്ങനെ ഓരോ ദിവസവും വയറ്റിനൊഴിച്ചിലുമായിട്ട് ഛർദിലുമായിട്ട് ഇങ്ങനെ കോളറ പിടിച്ച് കിടക്കുമ്പോൾ ബുദ്ധൻ ആനന്ദനെ വിളിച്ചിട്ട് പറഞ്ഞു, ആനന്ദ, ഈ ലോകത്തിൽ ഏറ്റവും നിഷ്കളങ്കനായ ഭക്തൻ നീയാണ്, നീ മാത്രമാണ്. അപ്പോൾ അതിന് മുൻപായിട്ടൊരു സംഭവമുണ്ട്. ഈ പന്നിമാംസം കൊടുക്കുന്നതിന് മുൻപായിട്ട് ഈ ദേവദത്തൻ ശത്രു, അതാണ് നമ്മൾ പറയുന്നത് കർമ്മബന്ധത്തിൻ്റെ അല്ലെങ്കിൽ കർമ്മശാസ്ത്രത്തിലെ ശത്രുവായിട്ട് വന്നിരിക്കുന്ന ദേവദത്തൻ കുട്ടിക്കാലം മുതൽ ബുദ്ധനെ ദ്രോഹിക്കാൻ തുടങ്ങിയിട്ട് ജീവിതത്തിൻ്റെ അവസാന സമയം വരെ ബുദ്ധനെ ദേവദത്തൻ ദ്രോഹിച്ചു. ദേവദത്തനും ആനന്ദനും ബുദ്ധനും ശിഷ്യന്മാരും എല്ലാവരും കൂടെ വരുമ്പോൾ ഒരിടുങ്ങിയ വഴിയിൽ ഒരു കാട്ടാനയെ കെട്ടഴിച്ചു വിട്ടു ദേവദത്തൻ. കാട്ടാന ഓടി വരുന്നത് കണ്ടുകൊണ്ട് ബുദ്ധൻ്റെ പുറകിൽ നിന്ന ആനന്ദൻ ചാടി മുമ്പിൽ വീണു. അപ്പോൾ ബുദ്ധൻ പറഞ്ഞു, മാറി നിൽക്കുന്നത്, നീ മാറി നിൽക്ക്, നിൻ്റെ ജീവനല്ല അവന് വേണ്ടത്, അവൻ എൻ്റെ ജീവനാണ് വേണ്ടത്. നിന്നെയല്ല അവൻ ഉന്നം വെച്ചിരിക്കുന്നത്, നിൻ്റെ ജീവന് വിലയുള്ളതാണ്, എൻ്റെ ജീവൻ പൂണെ പോട്ടെ, നീ മാറി നിൽക്കുന്നു പറഞ്ഞുകൊണ്ട് ബുദ്ധൻ ശക്തമായിട്ട് അലറി പറഞ്ഞിട്ടും ആനന്ദൻ പറഞ്ഞു, എൻ്റെ ജീവൻ എടുക്കാതെ എൻ്റെ ഗുരുവിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചാടി മുമ്പിൽ വരുമ്പോൾ ഈ ഒട്ടും ഭയമില്ലാത്ത ആനന്ദൻ്റെ ആ അണുക്കളുടെ പ്രേക്ഷണം മനസ്സിലാക്കിയിട്ട് ഈ ആന തിരിച്ചു പോവാം. അത്രയ്ക്ക് നിഷ്കളങ്കമായ ഒരു ഭക്തി ആനന്ദനിലുണ്ടായിരുന്നു. പക്ഷെ ബാക്കിയൊന്നുമില്ലായിരുന്നു. ഈ ബാക്കിയെല്ലാം ഈ 20 വർഷത്തെ
ഈ പരിശീലനം കൊണ്ട് ഗുരു ഉണ്ടാക്കി കൊടുത്തതാണ്. എന്നിട്ട് ബുദ്ധൻ പറഞ്ഞു, ആനന്ദ, ഈ ലോകത്തിലെ ഏറ്റവും നിഷ്കളങ്കനായ ഭക്തൻ നീയാണ്. അതുകൊണ്ട് നിനക്ക് വേണ്ടതെല്ലാം പിന്നാലെ ഉണ്ടായിക്കോളും. നീ പുണ്യപ്പെട്ടവനാണ്. പക്ഷേ അന്ന് ആണ് ബുദ്ധൻ ഒരു സന്യാസിക്ക് വേണ്ടുന്ന ഗുണങ്ങൾ ആനന്ദനോട് പറയുന്നത്. പുണ്യമുള്ള ഒരുത്തൻ ഒരിക്കലും പുണ്യമില്ലാത്ത മറ്റൊരാളെ കുറ്റം പറയും. നമ്മളിതൊക്കെ എഴുതി വെക്കണ്ട. നമ്മുടെ ആ വാതിക്കൽ എഴുതി വെച്ചിരിക്കുന്നതിനകത്ത് പറഞ്ഞത് അത് ഗുരു പൂർണ്ണതയിൽ എത്തിച്ച് പറയുന്ന കാര്യങ്ങളാണ്. ഗൗതമ ബുദ്ധൻ്റെ പൂർണ്ണഭാവത്തിൽ നിന്നും ഗുരു പറയുന്നതാണ്. അവിടെ എഴുതി വെച്ചിരിക്കുന്ന ആശ്രമ ഉദ്ദേശം എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നുണ്ട്. എന്നിട്ട് ബുദ്ധൻ പറയാണ്, മനസ്സ്, വാക്ക്, പ്രവൃത്തി, ഇതിൽ മൂന്നിലും പരിശുദ്ധി പ്രാപിക്കണം. അതിനു വേണ്ടി നിരന്തരമായ മനനം ചെയ്യണം. നിത്യേന നിരന്തരമായ മനനം ചെയ്യണം. ബുദ്ധൻ പിന്നെ പറഞ്ഞു, അതേ വാചകം ഗുരു പറഞ്ഞു, ഒരിക്കലും അസൂയയും അഹംഭാവം, ബാക്കി എല്ലാത്തിനോടും ദൈവം പൊറുക്കും, അസൂയയോട് മാത്രം പൊറുക്കില്ല. കാരണം ആത്മീയതയിലെ ഓട്ടം, അല്ലെങ്കിൽ ആത്മീയത എന്ന് പറയുന്ന ഒരു സഞ്ചാരമാണ്. അതൊരു വൃത്തത്തിലുള്ള ഓട്ടമാണ്, വൃത്തത്തിലുള്ള സഞ്ചാരമാണ്. കാരണം ദൈവത്തിൽ നിന്ന് തുടങ്ങി ദൈവത്തിലേക്ക് എത്തിച്ചേരുന്ന വൃത്തമാണ്. അല്ല നേരെ ഒരിടത്തേക്ക് പോയി ആ വഴി അവസാനിക്കുകയല്ല. ആത്മീയത എന്ന് പറയുന്ന ഒരു വൃത്ത സഞ്ചലനമാണ്. എവിടുന്ന് തുടങ്ങിയോ അവിടെ ചെന്ന് തീരുന്നതാണ്. അപ്പോൾ ബുദ്ധൻ പറയുകയാണ്, ഏറ്റവും മുമ്പേ ഓടുന്നവൻ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, ആ ചിത്രം നോക്കണം. ഏറ്റവും മുൻപേ ഓടുന്നവൻ ഏറ്റവും പിന്നിൽ ഓടുന്നവൻ്റെ പിന്നിലായിരിക്കും. ഏറ്റവും മുമ്പേ ഓടുന്നവൻ എന്നാലോചിച്ചെങ്കിൽ വട്ടത്തിൽ കിടന്നു എല്ലാവരും കൂടെ ഓടുകയാണെങ്കിൽ ഏറ്റവും മുമ്പേ ഓടുന്നവനെയാ ഏറ്റവും പിന്നിൽ ഓടുന്നവൻ്റെയും പിന്നിലായിരിക്കും. മനസ്സിലായോ? അതുകൊണ്ട് ആത്മീയതയിൽ മത്സരം പാടില്ല. എനിക്കിപ്പോൾ കേണമെന്ന് പറഞ്ഞുകൊണ്ട് ചാടിക്കയറി പുണ്യം ഉണ്ടാക്കാൻ പോയിട്ട് ഒരു കാര്യവുമില്ല. ഒരാളുടെ വളർച്ചയിൽ നമുക്കൊരിക്കലും അസൂയ പാടില്ല. ബാക്കി എല്ലാത്തിനും ദൈവം ക്ഷമിക്കും. ഒരാളുടെ വളർച്ചയിൽ അസൂയ പാടില്ല, അത് ഏത് രംഗത്താണെങ്കിലും. എന്നിട്ട് ബുദ്ധൻ പറഞ്ഞ കാര്യമാണ് ശ്രദ്ധ, ഭക്തി, വിനയം. ഇത് മൂന്നും എത്തിച്ചേരുമ്പോൾ ധ്യാനത്തിലേക്കില്ല, ആ ധ്യാനത്തിലൂടെ ജ്ഞാനം നേടാം. അത് തന്നെയാണ് ഗുരു പറഞ്ഞത്, ശ്രദ്ധയും ഭക്തിയും വിനയവും ജ്ഞാനവും. അപ്പോൾ ആനന്ദൻ ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് ബുദ്ധനോട് പറയാൻ, ഭഗവാനെ, എനിക്ക് ഈശ്വരൻ എന്താണെന്ന് അറിഞ്ഞുകൂടാ, ഈശ്വരനെക്കുറിച്ച് എനിക്കൊന്നും അറിഞ്ഞുകൂടാ, ഞാൻ ഈശ്വരനെ കണ്ടിട്ടുമില്ല. അപ്പോൾ ബുദ്ധൻ കണ്ണടച്ച് കിടപ്പിൽ കണ്ണടച്ചിട്ട് പറഞ്ഞു, ഞാനിപ്പോൾ കാണുന്നത് അലറി വിളിക്കുന്ന തിരമാലകളുള്ള ഒരു വലിയ കടലാണ്. ആ കടലിലെ മത്സ്യറാണിയുടെ അടുത്തേക്ക് നീന്തി ഒരു കുഞ്ഞു മത്സ്യം ചെന്നിട്ട് ചോദിക്കുകയാണ്, റാണിയമ്മേ, ഈ കടലെന്ന് ഞാൻ ജനിച്ചപ്പോൾ മുതൽ എല്ലാവരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. കടലെന്ന് വെച്ചാൽ എന്താ? അപ്പൊ റാണിയമ്മ പറഞ്ഞു, നീ വസിക്കുന്നതും ശ്വസിക്കുന്നതും കടലാണ്, നിന്റെ അകത്തും പുറത്തും കടലാണ്. അതുപോലെയാണ് ഈശ്വരൻ. ബുദ്ധൻ പറയാണ്, അതുപോലെയാണ് ഈശ്വരൻ. നമ്മൾ ഈശ്വരനെ തേടി നടക്കുമ്പോൾ നമ്മുടെ അകത്തും പുറത്തും ഈശ്വരനാണ്. നമ്മൾ ശ്വസിക്കുന്നതും വസിക്കുന്നതും ഈശ്വരനാണ്. പക്ഷേ, എന്നിട്ട് ബുദ്ധൻ പറഞ്ഞു കൊടുക്കുന്നു, പക്ഷേ കടലിലെ ഒരു തുള്ളിയാണ് നമ്മളെന്ന ബോധം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. കടലിൻ്റെ ഒരു തുള്ളി മാത്രമാണെന്ന ബോധം വേണം. ഞാൻ കടലാണെന്ന് ധരിക്കരുത്. കടലിലെ ഒരു തുള്ളിയാണ് എന്ന അഹമില്ലാത്ത ബോധം ഉണ്ടാവുമ്പോൾ അവിടെ ആ ഹൃദയ വിശാലതയിൽ ദൈവം കവിതയും ചിത്രവും ഒക്കെ എഴുതും. അവിടെ നിനക്ക് ജ്ഞാനോദയം ഉണ്ടാവും. അതൊക്കെ കഴിഞ്ഞ് ബുദ്ധൻ നിർവ്വാണം പ്രാപിച്ചു, ദേഹവിയോഗം സംഭവിച്ചൊക്കെ കഴിഞ്ഞിട്ട് ബുദ്ധൻ്റെ സംഘത്തെ സ്വരൂപിക്കണം.
ബുദ്ധസംഘത്തെ സ്വരൂപിക്കാൻ വേണ്ടിയിട്ട് ഒരു പിറ്റേ ദിവസം ഒരു സംഘടന ഉണ്ടാക്കുകയാണ്, ഒരു സംഘം ഉണ്ടാക്കുകയാണ്, ബുദ്ധസംഘം. അപ്പൊ അതിനുവേണ്ടി ദർശനമുള്ള സന്യാസിമാരുടെ നേതൃത്വത്തിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ജ്ഞാനദർശനമുള്ള സന്യാസിമാരുടെ നേതൃത്വത്തിലാണ് ഉണ്ടാക്കുന്നത്. അവര് തിരഞ്ഞെടുത്തത് ആനന്ദനെയാണ്, മുഖ്യനായിട്ട് തിരഞ്ഞെടുത്ത ആനന്ദനെ ഇവരെ അറിയിച്ചിട്ട് പറഞ്ഞ് നാളെ നമ്മുടെ യോഗമാണ്, അതിൽ ആനന്ദനാണ് അധ്യക്ഷൻ, ആനന്ദനെയാണ് ഞങ്ങളുടെ നേതാവായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. ആനന്ദൻ അന്ന് ഭയങ്കരമായ പശ്ചാത്താപം ഉണ്ടായി. ബുദ്ധന്റെ കാലശേഷമാണ് പശ്ചാത്താപം ഉണ്ടായെന്ന് പറഞ്ഞാൽ അതുവരെ ആനന്ദനൊരു ദർശന ഭാഗമേ കിട്ടിയിട്ടില്ല. ദർശനമില്ലാത്ത ആനന്ദൻ, ബോധോദയമില്ലാത്ത ആനന്ദൻ എങ്ങനെ ഈ ബോധോദയമുള്ള ആളുകളെ നയിക്കും? അദ്ദേഹം രാത്രി മുഴുവൻ ധ്യാനത്തിലായി. രാത്രി മുഴുവൻ തനിക്ക് എന്തെങ്കിലും ഒരു ദർശനം തരണേ, ഇല്ലെങ്കിൽ ഞാൻ അവരുടെ മുമ്പിൽ മ്ലേച്ഛനായിരുന്നു പോകും എന്ന് പറഞ്ഞ് രാത്രി മുഴുവൻ ധ്യാനത്തിലായി. ഒന്നും കിട്ടിയില്ല. അങ്ങനെ നിരാശപ്പെട്ട് പൊട്ടിക്കരഞ്ഞ് കിടക്കയിലേക്ക് വീണ് ആ കിടന്ന കിടപ്പിലാണ് ആദ്യമായിട്ട് ആനന്ദന് ജ്ഞാനദർശനം ഉണ്ടാകുന്നത്. അവിടെ മുതൽ പിന്നെ ബുദ്ധ പരമ്പരയുടെ ചരിത്രം എത്തുന്നു. ഗൗതമ ബുദ്ധൻ പൂർണ്ണബുദ്ധനായി വരും എന്ന് അന്ന് ലാസ്റ്റ് അവസാന സമയത്ത് ബുദ്ധൻ, നമ്മളിപ്പോൾ പറഞ്ഞു കേൾക്കുന്നില്ലേ, ഒരിക്കൽ മെതയ്യ എന്ന് പറയുന്ന നാമത്തിൽ ബുദ്ധൻ വരും എന്ന് പറഞ്ഞത് ആനന്ദനോടാണ്. ആനന്ദൻ ചോദിച്ചു, ഭഗവാനെ അങ്ങ് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആരാ? ഇതൊന്നും ഒന്നും പൂർണ്ണമല്ലാതെ കിടക്കുകയാണ് ഈ സംഘം, പരസ്പര യോജിപ്പ് പോലും ഇല്ലാതെ ഈ സംഘം കിടക്കുകയാണ്. ഇതൊരിക്കലും ഈ നമ്മുടെ ആശയം പൂർത്തിയാക്കാനും പറ്റില്ല. അങ്ങ് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആരാണ് എന്ന് ആനന്ദൻ ചോദിക്കുന്ന സമയത്താണ് ബുദ്ധൻ പറയുന്നത്, ആനന്ദ, ഞാൻ ആദ്യത്തെയോ അവസാനത്തെയോ ബുദ്ധനല്ല. എൻ്റെ കാലശേഷം പൂർണ്ണനായ ബുദ്ധൻ ഉദയം ചെയ്യും. അന്ന് അദ്ദേഹം ഞാൻ എവിടെ നിർത്തിയോ അവിടെ നിന്ന് തുടങ്ങും. അപ്പൊ ആനന്ദൻ ചോദിച്ചു, ഗുരുവേ, അദ്ദേഹത്തെ ഞങ്ങൾ എങ്ങനെ തിരിച്ചറിയും? അന്നേരമാണ് പറയുന്നത്, മെതയ്യ എന്ന നാമത്തിൽ അദ്ദേഹം അറിയപ്പെടും. മെതയ്യ എന്ന് പറഞ്ഞാൽ കരുണ. യഥാർത്ഥത്തില് ഗൗതമ ബുദ്ധൻ ഈ ആത്മീയതയുടെ നിഗൂഢമായ രഹസ്യങ്ങളൊന്നും നമുക്ക് പങ്കുവെക്കാൻ പാടില്ലെങ്കിൽ പോലും ഗൗതമ ബുദ്ധൻ തന്നെ പൂർണ്ണമായ ഭാവത്തില് ഗുരുസ്വരൂപമായി വന്നു. ഒരു 6 മാസത്തിന് മുമ്പ്, 6 മാസം നമ്മുടെ അവധൂത യാത്രയ്ക്ക് ഒരു 4 ദിവസത്തിന് മുമ്പ് ഞാൻ ശിഷ്യഭൂയിലോട് ചോദിച്ചു, ഗുരുവേ, ഇവിടെ ഗുരുവിന്റെ കർമ്മഭൂമിയായിട്ട് ഇവിടം തിരഞ്ഞെടുക്കാനും ഗുരുവിന്റെ ജന്മഭൂമിയായിട്ട് ചന്ദ്രൂര് തിരഞ്ഞെടുക്കാനും കാരണം എന്താണ്? ഒരു കാര്യം എഴുതുന്ന സമയത്താണ്. അപ്പൊ ശിഷ്യഭൂതം പറഞ്ഞു, ഇവിടെ ബുദ്ധന്റെ ഏറ്റവും വലിയൊരു ശിഷ്യന്റെ സമാധിയാണ്. ചന്ദ്രൂര് അനേകം ബുദ്ധന്മാരുടെ സമാധിയാണ്. അവരെ ചവിട്ടി താത്തിയതാണ്. ഒന്ന് ചവിട്ടി താത്തിയ സ്ഥലമാണ് ആ അഞ്ജലിപ്പാട്. ഓടിപ്പോകുന്ന പട്ടിയെ എറിഞ്ഞിട്ട് കൊന്നിട്ട് ആ പച്ചമാംസം വലിച്ചു കയറി അതിന്റെ രക്തവും മാംസവും കൂടെ കഴിക്കുന്ന തരത്തിലുള്ള പിതൃക്കളാണ് അവിടെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കൊരു കാര്യം അങ്ങോട്ട് ചെയ്ത്, ഇപ്പൊ സ്വാമിയും ഞാനും ഒക്കെ അവിടെ കിടന്ന് വിഷമിച്ചിട്ടുണ്ട്. ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാല് 9 അടിയാണ് കിട്ടുന്നത്. അങ്ങനെ ഈ ആത്മബന്ധങ്ങളുടെ കാണാപ്പുറങ്ങള് നമുക്ക് പറഞ്ഞു തീരില്ല, പറഞ്ഞു തീർക്കാനാവില്ല. നമുക്ക് നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് അറിയാനും പറ്റില്ല. ഈ വായിക്കുന്ന പുസ്തകങ്ങൾ വെറുതെ പാഴാണ്. യഥാർത്ഥ ബുദ്ധചരിത്രവും ബുദ്ധമതത്തിന്റെ കാര്യങ്ങളും ഒക്കെ എന്ന് പറയുമ്പോൾ ഈ വൈദികര് ചുട്ടുകളഞ്ഞതാണ്. പിന്നെ പാലിയിലൊക്കെ പാലി ഭാഷയിലൊക്കെ
ശ്രീലങ്കയിലും ചൈനയിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതിനകത്തു മാത്രമാണ് ബുദ്ധചരിത്രത്തെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും അറിയാൻ പറ്റുന്നത്. ഇപ്പൊ തന്നെ ബുദ്ധമതത്തിന്റെ 1973 ദലൈലാമ ആലപ്പുഴ വന്നു. ആലപ്പുഴ വന്നതെന്ന് വെച്ചാൽ പാലി ഗ്രന്ഥത്തിനകത്ത് ഒരു സ്ഥലത്ത് ഒരു വലിയ പ്രതിമ, ഇത്ര അടി നീളമുള്ള ഒരു പ്രതിമ, ഉയരമുള്ള ഒരു ബുദ്ധ പ്രതിമയുണ്ട്. അത് ശ്രീമൂലവാസം എന്ന് പറയുന്ന ദേശത്താണ്. ശ്രീമൂലവാസം ദേശം എന്ന് പറയുമ്പോൾ നമ്മുടെ ഹരിപ്പാട് ആശ്രമം മുതൽ കുട്ടനാട് മുതൽ ഉള്ള സ്ഥലമാണ്. കാർത്തികപ്പള്ളി താലൂക്കാണ്. ഇപ്പോഴാണ് അത് കുട്ടനാട് താലൂക്കൊക്കെ രണ്ടായത്. മറ്റേ നേരത്തെ അന്ന് കാർത്തികപ്പള്ളി താലൂക്ക് മാത്രമാണ്. അവിടെ ഇങ്ങനെ ഒരു പ്രതിമയുണ്ട് എന്ന് ഈ പുസ്തകത്തിനകത്ത് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ഗ്രന്ഥത്തിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അത് അന്വേഷിച്ച് അദ്ദേഹം ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് ഗവൺമെന്റിന്റെ ഗസ്റ്റ് അല്ലേ, അദ്ദേഹത്തിന് കളക്ടറെയൊക്കെ കൂട്ടി വിട്ടുകൊടുത്തു. അവിടെ ചെന്ന് തകഴി ഇപ്പുറം കരിമാടി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ഈ കരിമാടിയില് ഇപ്പോഴും ആ പ്രതിമയുണ്ട്. പകുതി കീറിയ കരിമാടി കുട്ടൻ എന്ന് പറയുന്ന പ്രതിമ പകുതി കീറി വെച്ചിരിക്കുക. അതുകൊണ്ട് നമുക്ക് ഇതും കൂടെ പറഞ്ഞു നിർത്താം. ഈ പ്രതിമയെക്കുറിച്ച് ഞാൻ ഗുരുവിനോട് ചോദിച്ചു. ഞങ്ങൾ ഈ വണ്ടിയായിട്ട് നമ്മുടെ ബസ്സുമായിട്ട് ഈ പ്രചരണത്തിനൊക്കെ പോകുമ്പോൾ അവിടെ നല്ല സ്ഥലമാണ്, നല്ല പുഞ്ചപ്പാടത്തിന്റെ കാറ്റും ഒക്കെ കൊള്ളും. മധുവിനൊക്കെ അറിയാം, അല്ല സ്വാമിക്കൊക്കെ അറിയാമായിരിക്കും. അപ്പോൾ ആ പുഞ്ചപ്പാടത്തിന്റെ കാറ്റൊക്കെ വരുന്ന സ്ഥലമാണ്. അപ്പൊ അവിടെ പോയി രാത്രി അവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. അവിടെ ഒരു കളത്തട്ടൊക്കെ ഉണ്ട്. അപ്പൊ ഞാനൊരിക്കൽ വന്ന് ഗുരുവിനോട് ചോദിച്ചു, ഗുരുവേ ഇങ്ങനൊരു പ്രതിമ കാണുന്നുണ്ടെന്ന്. അപ്പൊ നിനക്ക് എന്ത് തോന്നിയതാ? ഞാൻ ഒരു ബുദ്ധന്റെ ആകൃതിയൊക്കെ ഉണ്ട്. അത് ബുദ്ധന്റെ പ്രതിമയാണ് എന്ന് ഗുരു പറഞ്ഞു. അപ്പൊ ഈ ദലൈലാമ ഇത് തിരക്കി ഇവിടെ വന്നു. തിരക്കി ഇവിടെ വന്നിട്ട് അത് ബുദ്ധപ്രതിമ നന്നാക്കി എടുത്ത് അവിടെ ക്ഷേത്രമല്ല, ബുദ്ധന്റെ ഒരു വിഹാരം പോലെ പണിയാൻ വേണ്ടി അദ്ദേഹം അന്ന് 8 ലക്ഷം രൂപ, 1973 8 ലക്ഷം രൂപ കളക്ടർക്ക് ഏൽപ്പിച്ചിട്ടാണ് പോയത്. പക്ഷെ ആരും ഒന്നും ചെയ്തില്ല. 10 വർഷം കഴിഞ്ഞ് അതിന്റെ വാതിക്കലുള്ള ഒരു ഹെഡ് മാസ്റ്റർ കേസ് കൊടുത്തു. കേസ് കൊടുത്തിട്ട് പിന്നെ കേസിന് വിധിയായി. അപ്പൊ പണം ആരും തട്ടിയില്ല, പണം ട്രഷറിയിൽ തന്നെ കിടപ്പുണ്ട്. ആ പണം എടുത്തിട്ട് ഇപ്പൊ അവിടെ ഒരു കൂടാരമൊക്കെ പണി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഇന്ന് നടക്കുന്ന ഓരോ മണൽത്തിരി, നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഭാഷ, നമ്മൾ ഇന്ന് ധരിക്കുന്ന വേഷം, നമ്മുടെയൊക്കെ കേരളീയമായ കെട്ടിടങ്ങളുടെ മാതൃക, നമ്മുടെ ഇവിടുത്തെ കൃഷി, ഇവിടുത്തെ സംസ്കാരം, ഇതെല്ലാം ബുദ്ധന്റെയാണ്, ബുദ്ധമതത്തിന്റെ മാത്രമാണ്. ഈ ആയുർവേദവും ശാസ്ത്രവും സകലതും ബുദ്ധമതത്തിന്റെയാണ്. ഞാൻ വളരെ സോഫ്റ്റ് ആയിട്ട് ആർക്കും ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത വിധം ബുദ്ധന്റെ കാര്യങ്ങൾ ഈ ചരിത്രവശത്തിനകത്ത് എഴുതി വന്നപ്പോൾ ശിഷ്യഭൂതനോട് പറഞ്ഞു, അല്ല അങ്ങനല്ല എഴുതുന്നത്, പൊളിച്ചെഴുതണം. ഒരു സമയത്ത് ഈ പൊളിച്ചിരുന്ന കാര്യങ്ങൾ ഇപ്പോ ഇത് കേട്ട് കഴിഞ്ഞാൽ ഇവിടെ പ്രശ്നങ്ങളാവും. ഈ പൊളിച്ചിരുന്ന കാര്യങ്ങൾ ലോകം അറിയപ്പെടുന്നൊരു കാലം വരും. അന്ന് ബുദ്ധനാരാണെന്ന്, ഗുരു എന്താണെന്ന്, ഈ ആനന്ദം തന്നെ നമ്മുടെ ഈ പ്രതലത്തിലുണ്ട് ആനന്ദൻ. പക്ഷെ നമുക്കറിഞ്ഞൂടാ, നമുക്കതൊന്നും വെളിപ്പെടുത്തിക്കൂടാ. ഗുരുവിന്റെ യാത്രയില്, ബുദ്ധന്റെ യാത്രയില് ആനന്ദനുമുണ്ട്, എല്ലാ ജന്മങ്ങളിലും ഉണ്ട്. അപ്പോ നമുക്ക് ഈ വൈകിയ വേളയിൽ ഇതിനൊക്കെ നമുക്കിങ്ങനെ കൂടാനും ഇതൊക്കെ പങ്കുവെക്കാനും ഒക്കെ അവസരം തന്ന ഗുരുവിന്റെ തൃപ്പാദ നമ്മളിൽ സമസ്തവും സമർപ്പിക്കുന്നു. പ്രഭാഷണം നടത്തിയ ശ്രീ അനിൽചേർക്കൽ അവർക്ക് ശാന്തിഗിരി ആത്മവിദ്യാലയത്തിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. അടുത്തതായി ഡോക്ടർ VR കിരൺ അവർ മോഡറേറ്റർ കൊണ്ട് നടന്നിരിക്കുന്നതായി സദ്ഗുരുവേശരണം നമ്മുടെ സർവസ്വമായ പരമകാരുണ്യവാനായ ഗുരുവിൻ്റെ തൃപ്പാദപത്മങ്ങളിൽ നമസ്കരിച്ച് പ്രാർത്ഥിക്കുന്നു. ഗുരുവിൻ്റെ വത്സല ശിഷ്യപൂജിതയുടെ തൃപ്പാദപത്മങ്ങളിൽ നമസ്കരിച്ച് പ്രാർത്ഥിക്കുന്നു. സർവാധന്യ സ്വാമി സ്നേഹാത്മജ്ഞാന തപസ്വി ശ്രീ അനിൽ ചേർത്തല, ശ്രീമതി കോസല VK, ശ്രീ ഉണ്ണികൃഷ്ണൻ VN,
സർവാദരണീയ സമാദരണീയ ആദരണീയ സന്യാസി സന്യാസിനിമാർ, ബ്രഹ്മചാരി ബ്രഹ്മചാരിണിമാർ, പ്രിയ ആത്മബന്ധുക്കൾ, സാദര പ്രണാമം. പ്രമോദ് സാറ് 9:15 പങ്കുവഹിക്കുന്നതിനെ കുറിച്ച് ഓർമ്മിപ്പിച്ചു. അനിലണ്ണൻ ആത്മബന്ധത്തിന്റെ കാണാപ്പുറങ്ങളെ പറ്റി പറയുക പ്രയാസമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. എങ്കിലും ഇതിൽ കൂടുതൽ ഭംഗിയായി ആ ബന്ധത്തെ ആർക്കെങ്കിലും പറയാൻ കഴിയുമോ എന്നത് പിന്നല്ലെങ്കിൽ നമുക്ക് ശിശുപൂജിതയോട് ചോദിച്ചു മാത്രമേ അറിയാൻ പറ്റൂ, ഗുരുവിൽ നിന്ന് മാത്രമേ അറിയാൻ പറ്റൂ. അത്ര ഭംഗിയായി അത് ഒരു വസ്ത്രം നെയ്യുന്നത് പോലെ അതിങ്ങനെ അത്ര ഭംഗിയായിട്ട് ഇതൊക്കെ എങ്ങനെ സാധിക്കും, ഇതൊക്കെ എങ്ങനെയാണ് സാധിക്കുന്നതെന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. ചേട്ടന്റെ തന്നെ ഒരു ബുക്കില് ഈ വഴക്ക് പറയുന്നതിനെ കുറിച്ചാണ് ചേട്ടന്റെ ആ ബുക്കിലെ ആദ്യത്തെ പെട്ടെന്ന് ബുക്ക് മറന്നുപോയതിന് ക്ഷമ ചോദിച്ചുകൊണ്ട് ചേട്ടൻ അവിടെ ചെല്ലുന്നതും ഗുരു ഒരാളെ വഴക്ക് പറയുന്നത്, ആ കച്ചവട ബുക്കിന്റെ പേര് ധാരാളം ബുക്ക് എഴുതിയതുകൊണ്ട് ഞാൻ ബുക്കുകളുടെ പേര് മറന്നു പോകുന്നു. പക്ഷെ ആ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനെ വഴക്ക് പറയുന്നത്, എടുത്തെടുത്ത് വഴക്ക് പറയുന്നതും വഴക്ക് കേട്ടിട്ടത് സങ്കടപ്പെട്ട് നിൽക്കുന്നതും ഗുരു പറയുന്നതനുസരിച്ച് പിന്നെയും കച്ചവടം തുടങ്ങുന്നു. ചേട്ടാ ഞാൻ ബുക്കിന്റെ പേര് എനിക്കൊന്ന് കാരുണ്യത്തിന്റെ നിറവ്, കാരുണ്യത്തിന്റെ നിറവിലെ ആദ്യത്തെ ചാപ്റ്റർ. ആ ഗുരു പിന്നെയും നമ്മൾ മിലറേപ്പയുടെ പറഞ്ഞു ഇവിടെ നടന്ന കാര്യമാണ്. നമ്മളത് കേട്ടു അതേ അനുഭവത്തിൽ കൂടി പോകുന്ന ശിഷ്യനെ നേരിട്ട് കണ്ട് അത് എഴുതിയതാണ് അനിലൻ. ഒപ്പം ചേട്ടൻ പറഞ്ഞു വന്നതില് ഗുരുവിന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നിഷ്കളങ്കരായ ആ പരമ്പരയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ശിഷ്യനെയോ ശിഷ്യയോ കിട്ടുമ്പോഴാണ്. സമാനമായ സാഹചര്യങ്ങൾ മറ്റു ചില ഗുരുക്കന്മാരുടെ വേദന നമ്മൾ പലപ്പോഴും ഗുരു പറഞ്ഞ് നമുക്കറിയാവുന്നതാണ്. ഒരു ശിഷ്യനില്ലാതെ പോയല്ലോ എന്ന് വേദനപ്പെടുന്ന ഒരു രീതി. നമ്മളിന്ന് ആത്മബന്ധത്തിന്റെ കാണാപ്പുറങ്ങൾ എന്നുള്ള വിഷയമാണ്. ഇപ്പൊ നമ്മളെല്ലാം അണ്ണൻ പറഞ്ഞതുപോലെ ഈ ബന്ധങ്ങൾ നമുക്ക് പോലും അറിയാത്ത രീതിയിൽ ഇരിക്കുന്നു. ഞാനും അണ്ണനും ഒക്കെ ആനന്ദപുരത്തിൽ നിന്നാണ് വരുന്നത്. ആ ആനന്ദപുരം എന്ന് പറയുന്നത് ബൗദ്ധൻ കാട്ടിലെ, നമ്മളിന്ന് പൂലന്തറ എന്ന് പറയുന്ന, എൻ്റെ മനസ്സിലത് ബൗദ്ധൻ തറയായിരിക്കണം, അല്ലാതെ പൂലന്തറ എന്നൊരു പേര് വരാൻ. അപ്പം അവിടെയുള്ളൊരു ആനന്ദപുരത്തിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. ആ ആനന്ദപുരവും ഇന്നിപ്പോ ചേട്ടൻ പറഞ്ഞതും കൂടെ കേൾക്കുമ്പോൾ അതിനൊക്കെ ഒരു കാരണം കാണും. എനിക്കത് പറയാൻ അറിയില്ല. പക്ഷെ ആ ആനന്ദപുരത്തിന് അതിനായൊരു പ്രത്യേകത തന്നെയുണ്ട് എന്ന് ഞാൻ കരുതുന്നു. പക്ഷെ ആനന്ദൻ എന്ന പേര് ഈ പറഞ്ഞ കാരണം കൊണ്ട് തന്നെ സന്യാസിമാരുടെ ഇടയിൽ, ബുദ്ധ സന്യാസിമാരുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെടുത്തിരിക്കുന്ന ഒരു പേരാണ്. നമ്മുടെ കുമാരനാശാന്റെ ചണ്ടാല ഭിക്ഷുവിലൊക്കെ വരുന്ന സന്യാസി, ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി എന്ന് പറയുന്ന സന്യാസിയും ആനന്ദനാണ്. ആ ആനന്ദനല്ല, പക്ഷെ ആ പേര് സ്വീകരിച്ചു വരുന്ന ആനന്ദന്മാരാണ്. നമ്മൾ പിന്നെയും ഇന്നലെയും മെനഞ്ഞാന്നും ഒക്കെ നമ്മൾ കാണുന്നത് ആ ഒരു പരമ്പര മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ഗുരു എത്രമാത്രം ഒരു ശിഷ്യനെ ഒരുക്കിക്കൊണ്ടുവരുന്നു എന്നുള്ള ഒരു രംഗമാണ്. ആ ഒരുക്കിക്കൊണ്ടുവരുന്ന രംഗത്ത് ഒരുക്കാൻ അല്ലെങ്കിൽ ഒരുങ്ങാൻ തയ്യാറായി വിട്ടുകൊടുക്കുന്ന ഒരു ശിഷ്യൻ അല്ലെങ്കിൽ ശിഷ്യ, ആ ബലം ഇല്ലാതെ നിഷ്കളങ്കനായ, നിർലജ്ജനായ, വിനയവും അതുപോലെ തന്നെ ശ്രദ്ധയും ഭക്തിയുമുള്ള ശിഷ്യനോ ശിഷ്യയോ, അതില്ലെങ്കിൽ ആ പരമ്പര മുന്നോട്ട് പോകുന്നില്ല. ഓരോ തവണയും വേദനിക്കുമ്പോഴുമൊക്കെ അനന്തൻ അങ്ങനെ അടുത്ത നേതാവാകുമെന്നും ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഗുരു ശുശ്രൂഷ ചെയ്യുന്നത്. അടുത്ത ഒരു കൗൺസിൽ വരുമ്പോഴത്തേക്ക് അതിൻ്റെ പ്രഥമ അതിൻ്റെ ഒരു ചെയർ ആയിട്ട് വരുമെന്നുള്ളൊരു യാതൊരു പ്രതീക്ഷയിലുമല്ല. അങ്ങനെയൊന്നും ചിന്തിക്കുന്നത് തന്നെയും ഇല്ല.
അദ്ദേഹത്തിന് അതൊരു അത്ഭുതമാണ്. ചേട്ടൻ പറഞ്ഞ പോലെ അതൊരു അത്ഭുതമാണ് അവിടെ എത്താൻ കഴിയുന്നു എന്നുള്ളത്. ഒരുപക്ഷെ ഏറ്റവും അവസാന ബോധോദയം ഉണ്ടായത് അദ്ദേഹത്തിനാണ്. അതുപോലെ തന്നെ സ്ത്രീകളെ, ഈ ബിക്കിനി സംഘം, ഈ സ്ത്രീകളെ സന്യാസ സംഘത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് അനന്തൻ ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ അതിലേക്ക് ഒരുപാട് കടക്കുന്നില്ല. ഒരുപാട് കിടക്കാത്ത സമയത്തിന്റെ മാത്രമല്ല, എനിക്കത് അറിഞ്ഞുകൂടാ എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പക്ഷെ നമ്മൾ ആശ്രമവുമായി ബന്ധപ്പെട്ട് നമ്മളത് കാണുമ്പോൾ, ഗുരുവുമായിട്ട് നമ്മൾ കാണുമ്പോൾ, അവിടെ ഈ ശിഷ്യനും ഗുരുവുമായിട്ടുള്ള ബന്ധത്തെയാണ് നമ്മൾ കാണുന്നത്. നമുക്കിവിടെ അത് എടുത്തു കാണാൻ പറ്റുന്നത് ശിഷ്യപൂജിതയാണ്. പലപ്പോഴും പല കാര്യങ്ങൾക്കും ബാഹ്യദൃഷ്ടിയിൽ അകാരണമെന്ന് തോന്നുന്ന രീതിയിൽ പോലും വഴക്ക് പറയുന്ന ഒരു രീതി ശിഷ്യപൂജിതയുമായിട്ട് ഗുരുവിനുണ്ടായിരുന്നു. പിന്നീട് അത് എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനും പറ്റുന്നൊരു ഇതല്ല, വിഷയമല്ല. പക്ഷെ അത്രയ്ക്കും ഒരുക്കിക്കൊണ്ടുവരുന്ന ആ ഒരു രംഗം, ആ ഒരുക്കലിൽ തയ്യാറാകാതെ വേർപെട്ടു പോകുന്ന ചില ആളുകളുമുണ്ട്. കാരണം ഈ പറയുന്ന ആ ഒരുക്കൽ, ആ ഒരു മോചിപ്പിക്കൽ എന്നുള്ളത് ശ്രമകരമായ, വേദനിപ്പിക്കുന്ന ത്യാഗത്തിന്റെ വഴിയാണ്. ആ ത്യാഗത്തിന്റെ വഴി മനസ്സിലാക്കി, അല്ലെങ്കിൽ അറിവിന്റെ പുറത്തു പോലുമല്ല, നിഷ്കളങ്കത്വത്തിന്റെ പേര് കാരണം ആ വഴി സ്വീകരിക്കുന്ന ഏറ്റവും മഹനീയമായ കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്, ആനന്ദൻ എന്ന ആ സന്യാസി വര്യനാണ് ആദ്യമായി ഒരു ഗുരു എന്നുള്ളത് ദൈവത്തിന്റെ മുഖാവരണമാണ് എന്ന് പറഞ്ഞത്. അതെനിക്കിന്ന് എടുത്തു പറയാൻ കാര്യം പിന്നെയും ചേട്ടന്റെ വരികളാണ്. ദൈവത്തിന്റെ മുഖാവരണം എന്നുള്ളത് പിന്നീട് ഒരുപാട് ഗുരുക്കന്മാര്, അല്ലെങ്കിൽ ഗുരുക്കന്മാരെ കുറിച്ച് പറയാം, ഗുരുക്കന്മാരെല്ലാം ദൈവത്തിന്റെ മുഖാവരണമാണെന്ന്. പക്ഷെ അല്ലനും പറഞ്ഞതുപോലെ ഉപമകളില്ലാത്ത ഒരു ദൈവമുഖാവരണമാണ് നമ്മുടെ ഗുരു. മറ്റൊന്നുമായി ഉപമിക്കാൻ കഴിയാത്ത ഒരു മുഖാവരണം. കാരണം അത് പൂർണ്ണതയിലെത്തിയ ആ തലത്തിൽ നിന്നാണ്. ഒന്നുമായി ഉപമിക്കാൻ കഴിയാത്ത ഒരു ദൈവമുഖാവരണം. ഞാൻ ഒട്ടും തന്നെ നിർദ്ദേശിക്കുന്നില്ല. ഞാൻ ഒരിക്കൽ കൂടി ഇത്ര ഭംഗിയായി ഇത് നമുക്ക് പറഞ്ഞു തന്ന അനിലനോടുള്ള നന്ദിയും സ്നേഹവും പ്രാർത്ഥനയും അറിയിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും ഗുരുവിൻ്റെ കാരുണ്യം എല്ലായ്പ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഗുരുവിൻ്റെ തൃപാദപത്മങ്ങളിൽ സമർപ്പിക്കുന്നു. സദ്ഗുരുവീശ്വരൻ. സംസാരിക്കുന്നതിനായി ശാന്തിഗിരി ദേവസ്ഥാശ്രമ സംഘം സീനിയർ കൺവീനർ ഗവൺമെന്റ് ചുമതലക്കാരനായ ശ്രീ ഉണ്ണികൃഷ്ണൻ അവരെ പരമകാരുണികനായ ഗുരുവിൻ്റെ പാദപത്മങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് അഭിവന്ധ്യ ശിഷ്യപൂജിതയുടെ തിരുച്ചരണങ്ങളിൽ നമിച്ചുകൊണ്ട് ഗുരുധർമ്മ പ്രകാശ സഭയിലെ സർവാദരണീയ, സമാദരണീയ, ആദരണീയ സന്യാസ ശ്രേഷ്ഠരെ, പ്രിയ ബ്രഹ്മചാരിണികളെ, ആത്മബന്ധുക്കളെ, സാദര പ്രണാമം. ഈ സത്സംഗത്തിന് അനുവദനീയമായ സമയത്തിൻ്റെ പരിധിയെല്ലാം കടന്ന സാഹചര്യത്തിലും ശ്രീ അനിൽ ചേർത്തലയും ശ്രീ കിരൺ സാറും ഇന്ന് ഇവിടെ പറയേണ്ടിയിരുന്ന ആത്മബന്ധത്തിൻ്റെ കാണാപ്പുറങ്ങൾ എന്ന വിഷയത്തിൽ ശ്രീ ബുദ്ധനും ആനന്ദനുമായിട്ടുള്ള ഗുരുശിഷ്യ പാരസ്പര്യത്തിൻ്റെ മഹനീയത വളരെ ഹൃദ്യമായി വർണ്ണിച്ച സാഹചര്യത്തിലും ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് നേരിട്ട് കിടക്കുകയാണ്. ഇന്ന് ഈ സത്സംഗത്തിൽ മഹനീയ സാന്നിധ്യമായി ഇവിടെ സന്നിഹിതനായ സദ്വാനന്ദ സ്വാമി ചൈതന്യജ്ഞാനതപസിക്ക് സദ്വാനന്ദ സ്വാമി സ്നേഹാത്മ ജ്ഞാനതപസിക്ക്
ആത്മവിദ്യാലയത്തിൻ്റെയും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ആത്മബന്ധുക്കളുടെയും സ്നേഹവും കൃതജ്ഞതയും നന്ദിയും ഞാൻ അറിയിക്കുന്നു. ഈ സത്സംഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തിയ ശ്രീ അനിൽ ചേർത്തല സാഹിത്യപരമായി കുറച്ചു കാലം അദ്ദേഹവുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുവാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തെ അവതരിപ്പിച്ച ആ വിഷയത്തിൻ്റെ ഒരു ഭംഗി അത് അത്യന്തം ഹൃദ്യമായിരുന്നു. അങ്ങനെ നമുക്കൊരു ഹൃദ്യമായ അനുഭവം നൽകിയ അദ്ദേഹത്തിന് ഹൃദ്യമായ സ്നേഹവും കൃതജ്ഞതയും നന്ദിയും അറിയിക്കുന്നു. ഇവിടെ ഇതിൻ്റെ മോഡറേറ്റർ എന്ന വാക്കെന്തോ എനിക്കങ്ങ് ദഹിക്കുന്നില്ല. ഈ സത്സംഗത്തിൻ്റെ ജീവനാഡിയായ ശ്രീ അനിൽ സാർ മനോഹരമായി സംസാരിച്ചു. എനിക്ക് പേരെല്ലാം മാറിപ്പോകുന്നു, സോറി. ശ്രീ കിരൺ, ഡോക്ടർ കിരൺ സാർ മനോഹരമായി സംസാരിച്ചു. അദ്ദേഹത്തെയും ആത്മവിദ്യാലയത്തിൻ്റെയും നമ്മളെല്ലാവരുടെയും പേരിൽ സ്നേഹാദരവോടുകൂടി കൃതജ്ഞത അർപ്പിക്കുന്നു. പിന്നെ എൻ്റെ മനസ്സിലൊരു അങ്കലാപ്പുണ്ട്, സത്യം. അതാണ് ഈ തെറ്റെല്ലാം വരുന്നത്. കാരണം ഇന്ന് തിങ്കളാഴ്ചയാണ്, പങ്കുള്ള ദിവസമാണ്. 9 മണി മുതൽ എൻ്റെ മനസ്സിൽ അതിലായിപ്പോയി. അതുകൊണ്ടാണ് ഇത് പെട്ടെന്നൊന്ന് പറഞ്ഞു തീർത്ത് പോകാനുള്ള ഒരു വ്യഗ്രത കൊണ്ടാണ് ഈ തെറ്റ് വരുന്നത്. സദയം ക്ഷമിക്കുക. ഈ സത്സംഗത്തിൽ ഗുരുവന്ദനം ആലപിച്ച കുട്ടികൾ, ഗുരുവാണി ആലപിച്ച ബ്രഹ്മയാരി, കോമ്പയറിൽ നടത്തിയ ബ്രഹ്മയാരിണി, ഇതിൽ സന്നിഹിതരായ എല്ലാ ആത്മബന്ധുക്കൾക്കും സ്നേഹപൂർവ്വം കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഗുരുപാദങ്ങളിൽ സമർപ്പിക്കുന്നു. സകുരുവേശ്വരൻ. അത് എനിക്ക് തോന്നുന്നത് സ്വാഭാവികമായി സംഭവിച്ചതാണെന്നാണ്. കാരണം അറിയാലോ, ക്ഷമിക്കുക. ഈ സത്സംഗത്തിൽ സ്വാഗതം ആശംസിച്ച കോസ്റ്റലയ്ക്ക് ഹൃദയപൂർവ്വം കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് എന്നെ വിരമിക്കാൻ അനുവദിക്കുക. ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളൊക്കെ പറ്റി സദയം ക്ഷമിക്കുക. സകുരുവേശ്വരൻ. സത്സംഗം ഗുരുതൃപാദങ്ങൾ സമർപ്പിക്കാൻ പ്രാർത്ഥനയ്ക്കായി സർവാദരന്റെ സ്വാമി സ്നേഹത്തെ ഓം ശ്രീ കരുണാകര ഗുരു പരബ്രഹ്മണേ നമഃ. ഓം ശ്രീ കരുണാകര ഗുരു സത്യപരായ നമഃ. ഓം ശ്രീ കരുണാകര ഗുരു അതീവ സത്യപ്രകാശായ നമഃ. ഓം ശ്രീ കരുണാകര ഗുരു അതീവ സത്യപ്രകാശായ നമഃ. ഓം ശ്രീ കരുണാകര ഗുരു അതീവ സത്യപ്രകാശായ നമഃ.